السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യവും സ്നേഹവുമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിലും നന്മകളിലും പങ്കാളികളാകുവാനും സാക്ഷികളാകുവാനും നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേതനുഗ്രഹങ്ങൾക്കും അള്ളാഹുവോട് നന്ദി പറയുവാൻ കടപ്പെട്ടതുപോലെ തന്നെ അള്ളാഹുവോട് ഇത്തരം ഖുർആൻ പഠന വേദികളിലും ദീനിയായ സംരംഭങ്ങളിലും പങ്കാളികളാകുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബത്തെയും കുറിച്ചുള്ള ഒരല്പസമയത്തെ ചർച്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്തിലും സന്ദർഭത്തിലും ഇൻഷാ അല്ലാഹ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചക വചനങ്ങളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയുമുള്ള ചില നമ്മുടെ കുടുംബ ജീവിതത്തിൽ അനിവാര്യമായി കൂട്ടിച്ചേർക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഒരു പാതിയായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ജീവിതത്തിൽ ദീനിന്റെ ഒരു അനുഭവം ഉണ്ടാവില്ല. ദീനിന്റെ ഒരു അനുഭൂതിയും അനുഭവവും കിട്ടാതെ പോകും. എന്നാ ദീനിന്റെ ആളാണോ എന്ന് ചോദിച്ചാൽ ദീനിന്റെ ആളാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ ദീനിന്റെ ആളാവാൻ എന്തുള്ളൂ നിങ്ങൾ ഒരു പർദ്ദയും മഫ്തയും ഇട്ട് എന്റെ ഭാര്യയെ എന്നോടൊപ്പം കണ്ടാൽ നിങ്ങൾ പറയും അവൾക്ക് ദീനുണ്ടെന്ന്. അഥവാ അവളുടെ സാരി തലപ്പ് തലയിലേക്ക് വലിച്ചിട്ട് ദേഹത്തെ ബ്ലൗസിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ചേരാത്ത രൂപത്തിൽ അവളുടെ സാരിയോ വസ്ത്രങ്ങളോ കണ്ടാൽ എന്താണ് അയാളൊക്കെ അങ്ങനെ, അയാളെ വീട്ടിൽ പോലും ദീനില്ലല്ലോ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ദീനിന്റെ മാനദണ്ഡം അത്രേ ഉള്ളൂ. തലയിലേക്ക് വലിച്ചിട്ടാൽ അല്ലെങ്കിൽ അല്പം ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ അത് ദീനിന്റെ ഒരു ചിഹ്നമാണ്, അടയാളമാണ്. സഹോദരങ്ങളെ, അവിടെ പൂർത്തിയാകുന്നുണ്ടോ ദീന്? അവിടെ പൂർത്തിയാകുന്നുണ്ടോ ദീന്? ഒരു മക്കാമിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും ഭക്തിയോടുകൂടെ കരഞ്ഞ് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് എന്തിന്റെ കുറവാണുള്ളത്? സമ്പൂർണമായി ജീവിതത്തിൽ ഒരിക്കൽ പോലും പർദ്ദയിടാത്തവളും അവിടെ വരുമ്പോൾ നല്ല വസ്ത്രമാണ് ധരിക്കുന്നത്. ഒരു വക്ത് പോലും കൃത്യമായി നിസ്കരിക്കാൻ കണിശത കാണിക്കാത്ത എത്ര ആളുകൾ ഈ വസ്ത്രവിധാനങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ബിരിയാണിക്ക് മേലെ വസ്ത്രവും അതേപോലെ തന്നെ എല്ലാ ദിവസവും സ്ഥിരമായി ഷെയ്വ് ചെയ്യാത്തൊരവസ്ഥയും ഉണ്ടെങ്കിൽ പോലും ഒരു പുരുഷനെ കുറിച്ച് വേണമെങ്കിൽ ഒരു മുസ്ലിം എന്ന് പൊതുവെ ആളുകൾ ധരിക്കും. ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് പൂർത്തിയാകുമോ? ഇതുകൊണ്ട് സ്വർഗം കിട്ടുമോ? ഇപ്പൊ അടുത്തിവിടെ അങ്ങാടിയിൽ എവിടെയോ ഒരു ഹദീസ് എഴുതി കണ്ടു, മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന. ആരെങ്കിലും എന്റെ നിസ്കാരം നിസ്കരിക്കുകയും നമ്മൾ അറുത്തത് തിന്നുകയും അതേപോലെ തന്നെ നമ്മുടെ കിബിലയെ കിബിലയായി സ്വീകരിക്കുകയും ചെയ്താൽ, നമ്മുടെ നമസ്കാരം നമസ്കാരമായി സ്വീകരിക്കുകയും ചെയ്താൽ അവനെ മുസ്ലിമായി പരിഗണിക്കാതെ. സഹോദരങ്ങൾ, അവിടെ എന്ത് മുസ്ലിമായിട്ടാ പരിഗണിക്കുക? മുസ്ലിങ്ങൾ അറുത്തത് തിന്നാൽ അതോടുകൂടെ അവൻ സ്വർഗപ്രവേശനം ഉറപ്പായോ? അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ അവന് സ്വർഗം ഉറപ്പായോ? പടിഞ്ഞാറ് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് സ്വർഗം ഉറപ്പായോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹിന്റെ വചനമാണ്. അള്ളാഹു ഒരിക്കലും ഒരു വാക്കും തെറ്റിക്കാത്തവനാണ്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാം. അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്തവനെ ആ ശിർക്കിന്റെ ഭയാനകമായ കുറ്റത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അവന്റെ ആരാധനാ കർമ്മങ്ങൾക്കാകുമെങ്കിൽ പടച്ചോനത് പറയോ? നിസ്കാരത്തിന്റെ ആധിക്യം കൊണ്ട് ശിർക്ക് മാഞ്ഞു പോകോ? സദക്കയുടെ ആധിക്യം കൊണ്ട് ശിർക്ക് മാഞ്ഞു പോകോ? അയാൾ ഉണ്ടാക്കിയ പള്ളിയിൽ കോടിക്കണക്കിന് ആളുകൾ നമസ്കരിച്ചാലും അയാളെ ശിർക്കിന്റെ മേലെ ആ ശിർക്കുകളെ നീക്കിക്കളയുവാൻ
ഒരിക്കലും സഹോദരങ്ങളെ ആ പുണ്യങ്ങൾക്കാവില്ല. മായുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിദല്ലാമിൻ ലിൽ അബീദ്. ദുനിയാവുന്ന ആർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു, ഓൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ആർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു, അതിലൊരു വാക്കും തിരുത്തും പരലോകത്ത് വെച്ച് അല്ലാഹു നടത്തൂല എന്നാണ്. വാക്കിനൊരു മാറ്റം ഉണ്ടാവില്ല, തിരുത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പൂർണമായ ഒരു മുസ്ലിമായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ അതിന്റെ സന്തോഷം നമുക്ക് അനുഭവപ്പെടും. നോക്കൂ നിങ്ങൾ, ചില വീടുകളിൽ നോക്കൂ നിങ്ങൾ, സ്ത്രീകൾ വളരെ ചിട്ടയുള്ളവരാണ്. നമസ്കാരവും നോമ്പും ആരാധനകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ കൃത്യം. ഭർത്താക്കന്മാരോ ദീനുമായ ഒരു ബന്ധവുമില്ല, അവർക്ക് യാതൊരു ബന്ധവുമില്ല. വരുന്നു, ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൂടെ ഉറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് വ്യവസായത്തിനും കച്ചവടത്തിനും പോകുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ നോമ്പും ഖുർആൻ പാരായണവും നമസ്കാരവുമായി കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തിന്റെ ഭാര്യയും അയാളും തമ്മിൽ ഇന്നേ വരെ ദീനിന്റെ രംഗത്തൊരു സംസാരം പോലും നടന്നിട്ടില്ല. അവർക്ക് സഹോദരങ്ങളെ ജീവിതത്തിൽ ദീനിന്റെ ഒരു അവസ്ഥാവിശേഷം ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ പറ്റൂ. നല്ല ദീനിന്റെ ക്ലാസുകൾക്കും പരിപാടികൾക്കും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പോലും ഒരു വക്ത് തെറ്റാതെ വരുന്നവരാണ്. പക്ഷേ വീട്ടിൽ വെച്ച് മക്കളെയോ കുടുംബങ്ങളെയോ കണ്ടാൽ ഇതൊരു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നോ ഒരു മുസ്ലിം കുടുംബത്തിലെ ആൺകുട്ടിയാണെന്നോ തിരിച്ചറിയാൻ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരുന്നു. അവിടെ ദീനുണ്ടോ സഹോദരങ്ങളെ? അവിടെ ദീനുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് ദീന് ഉള്ളിൽ കടന്നാൽ അവിടെ കത്തുന്നത് ഒരു പ്രകാശ ജ്വാലയാണ്. ഞാൻ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞു, ആ പ്രകാശത്തിന്റെ കിരണങ്ങളെ ആർക്കും തടുത്തു വെക്കാൻ പറ്റൂല. ഉമ്മക്ക് ദീനുണ്ടോ, മക്കളിൽ ദീന് പ്രതിഫലിക്കും. വാപ്പക്ക് ദീനുണ്ടോ, വാപ്പയിൽ ആ ദീന് മക്കളിൽ ആ ദീന് പ്രതിഫലിക്കും. ഭാര്യക്ക് ദീനുണ്ടോ എങ്കിൽ ഭർത്താവിൽ ആ ദീന് പ്രതിഫലിക്കും. എന്നിട്ട് ആളുകൾ വെറുതെ കാരണം പറയും തരും. ആദം നബിക്ക് നൂഹ് നബിക്ക് മകനെ നന്നാക്കാൻ കഴിഞ്ഞു, അതാൾക്കാർ ഒരു ഉപദേശം പോലും ജീവിതത്തിൽ മക്കൾക്ക് കൊടുക്കാത്ത, ഒരിക്കൽ പോലും ദീനിനെ കുറിച്ച് ഗൗരവപരമായ ഒരു സംസാരം ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്താതെ ചോദിക്കാൻ അബൂ താലിബിനെ മുഹമ്മദ് നബിക്ക് മുസ്ലിമാക്കാൻ പറ്റുമോ? എളാപ്പല്ലേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വാപ്പനെ നന്നാക്കാൻ പറ്റുമോ? ഇതൊക്കെ സഹോദരങ്ങളെ പിശാചിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. എന്നാൽ ലോകത്ത് കോടിക്കണക്കിന് ജീവിക്കുന്ന തെളിവുകൾ പറയാൻ പറ്റും. എന്ത്? ഭാര്യ ഉപദേശിച്ച് നന്നായ ഭർത്താക്കന്മാർക്ക് തെളിവ്, ഭർത്താക്കന്മാർ ഉപദേശിച്ച് നന്നായ ഭാര്യമാർക്ക് തെളിവ് പറയാൻ പറ്റും. മക്കളെ കൊണ്ട് നന്നായ പിതാക്കളെ കുറിച്ച് പറയാൻ പറ്റും, പിതാക്കളെ കൊണ്ട് നന്നായ മക്കളെ കുറിച്ച് പറയാൻ പറ്റും. അതിന്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഈ സത്യദീനിന്റെ പ്രകാശങ്ങൾ ജ്വലിക്കണം. നമുക്ക് സമാധാനത്തോടെ രാത്രി ഉറങ്ങണം, സമാധാനത്തോടെ നമ്മുടെ പകലുകൾ നീങ്ങണം. മരണം വരെ നമ്മുടെ കൺകുളിർമയോടെ നമുക്ക് നമ്മുടെ മക്കളെ കാണണം. അതേപോലെ തന്നെ ഏത് സന്ദർഭം നമ്മുടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാലും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടുകൂടെയും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും സൗന്ദര്യവത്തായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് പറയാൻ പറ്റണം, എന്റെ ഭാര്യയുടെ മുഖം ദർശിക്കുന്ന സമയമാണ് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം. റസൂലുള്ളാഹി പറഞ്ഞതാണത്. ഇദാ നദർത ഇലൈക, നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. മനസ്സെന്ത് പ്രയാസങ്ങളെ കൊണ്ട് നീറുമ്പോഴും തന്റെ ഭാര്യ സന്തോഷത്തോടുകൂടെ തന്മയത്വത്തോടുകൂടെ തന്നെ സ്വീകരിക്കുമ്പോൾ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും ഉരുകിപ്പോകുന്ന പോലെ അനുഭവപ്പെടും. അങ്ങനത്തെ ഒരു ഭാര്യ നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചാലും തനിക്കെന്നും തണലായി, സന്തോഷമായി, രക്ഷിതാവായി, എല്ലാ അർത്ഥത്തിലും അഭയമായി ഒരു ഭർത്താവിനെ, ഒരു മാർഗദർശിയെ ആയി ഭർത്താവ് മാറണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്. നമ്മുടെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു 10 സെന്റ് ഭൂമിയിൽ ഒരു വീടുണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിനേക്കാളും വലിയ ആഗ്രഹം എന്റെ ഭർത്താവ് എന്റെ ആശയത്തിനും എന്റെ ആദർശത്തിനും ദീനും അനുസരിച്ച് പോകുന്ന ഒരാളായിരിക്കണം. നമുക്ക് എന്തും ആഗ്രഹിക്കാം. ഭർത്താവിന് കാറുണ്ടാകണം, പദവി ഉണ്ടാകണം, സ്ഥാനം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കാം. ഇത്രയൊന്നും വേണ്ട. 5 നേരം നിസ്കരിച്ച് തൗഹീദിൽ പിഴവില്ലാതെ ദീനനുസരിച്ച് ജീവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്നാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. യൂറോപ്യൻ നാടുകളിൽ ഉന്നതമായ ശമ്പളം വാങ്ങുന്ന, ആരോടും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വലിയ ഡിഗ്രികളും വലിയ സ്ഥാനമാനങ്ങളുമുള്ള മക്കളാകട്ടെ എന്റെ മക്കളെന്ന് LKG-യിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. പക്ഷെ സഹോദരങ്ങളെ, ആ മക്കൾക്ക് അതൊക്കെ ഉണ്ടെങ്കിലും ആ മക്കൾ അതോടൊപ്പം ഞാനിന്ന് വിശ്വസിക്കുന്ന, ഞാൻ മഹത്തായി കാണുന്ന മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ എന്റെ മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന ഒരു സാമാന്യമായ ലളിതമായ ഒരാഗ്രഹം മനസ്സിൽ നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ ഈ ദീനിനെ നമ്മൾ ഉൾക്കൊണ്ടോടത്ത് എവിടെയോ ചെറിയ തകരാറ് വന്നു പോയിട്ടുണ്ട്. തൽക്കാലം
ചടങ്ങുകളും ആചാരങ്ങളും നിർവഹിച്ചു പോകാനൊരവസ്ഥ. സമൂഹത്തിൽ ദീനിന്റെ എണ്ണത്തിൽ എന്നെയും നിങ്ങളെയും ദീനിന്റെ ആളുകളായി പരിഗണിക്കുന്നു മാത്രം. ഇത്രമാത്രം മതിയോ? പോരാ, നമുക്ക് മാറ്റണം. ആദ്യം സഹോദരങ്ങളെ നമ്മുടെ വീടാണ്. നമ്മുടെ വീട് ഒരു ഇസ്ലാമികമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു വീട്, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാതെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കുക നമുക്ക് സാധ്യമല്ല. നമ്മുടെ വീടുകൾ പരിശോധിക്കൂ നിങ്ങൾ. നമ്മുടെ വീട് സഹോദരങ്ങളെ അനുഗ്രഹത്തിന്റെ മലക്കുകളാണോ അവിടെ വരുന്നത്, അതോ തിന്മയുടെ പിശാചുക്കളാണോ നമ്മുടെ വീടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീടുകളെ നമ്മൾ പരിശോധിക്കണം. പ്രാഥമികമായ പരിശോധന മുതൽ ആത്യന്തികമായ വിശകലനത്തിലേക്ക് എത്തുമ്പോൾ വീടിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ ഇന്നെന്റെ സംസാരത്തിലുടനീളം. അത്രയും പ്രധാനമാണ്. ഒരു വീട് എങ്ങനെയാവണമെന്നാണ്. വീട് എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ബൈത്തുൻ എന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ഏറ്റവും അർത്ഥവത്തായ പദപ്രയോഗം മസ്കൻ എന്നാണ്. മസ്കൻ, മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം എന്നാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീടതാണ്. ജീവിതത്തിന്റെ എന്തൊരു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മുടെ ആ വിയർപ്പിൽ മുങ്ങിയ വസ്ത്രങ്ങൾ മാറ്റി നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് എത്ര പഴകി ദ്രവിച്ചതായാലും നമ്മുടെ വീട്ടിലെ കട്ടിലേക്കും കസേരയിലേക്കും സോഫാസെറ്റിലേക്കും നമ്മളൊന്ന് ഇരുന്ന് ഒന്ന് നിവർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി അത് നൽകുന്നതാണ് വീട്. വീടെന്തിനാണ്? റോട്ടിൽ പോകുന്നവർക്ക് മനോഹരമായ ഒരു വസ്തുശില്പമായി കാണാനാണ് എല്ലാവർക്കും വീട്. ആളുകൾക്ക് അങ്ങനെ വീട് എന്ന് പറഞ്ഞാൽ വീടിന് ഏറ്റവും അധികം ആൾക്കാർ പണം ചെലവാക്കിയത് പുറത്ത് നേരാകാൻ. റോട്ടിൽ പോണ ആളുകൾക്ക് ഒരു കൗതുക വസ്തുവായി കാണണമെന്നാണ് വീടിനെ കുറിച്ച് ആളുകൾ ആഗ്രഹിക്കുന്നത്. വീട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഒരു കേന്ദ്രമാകണം. അതാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, വീട്ടിൽ പിശാച് നമ്മുടെ വീട് അറേഞ്ച് ചെയ്യുന്നത് നന്നായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഷോക്കേസാണ്. ഷോക്കേസിൽ എന്താണുള്ളത്? ഈ ഭൂമിയിൽ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിന്റെയൊക്കെ രൂപങ്ങൾ നമ്മൾ ഷോക്കേസിലുണ്ട്. എല്ലാം നായയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാ രൂപങ്ങളും. സഹോദരങ്ങളെ, കിതാബുൽ ലിബാസ് വസ്ത്രങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൽ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാൻ പറ്റും. ഇത്തരം ചിത്രങ്ങളെയും പ്രതിരൂപങ്ങളെയും ഉണ്ടാക്കുന്നവരും അതിനെ പ്രതിഷ്ഠിക്കുന്നതുമായ ആളുകൾ, അങ്ങനത്തെ വീടുകൾ, അവിടേക്ക് അനുഗ്രഹത്തിന്റെ മലക്ക് വരൂല. ഒരു നഷ്ടം അതാണ് സഹോദരങ്ങളെ. നമ്മുടെ വീട് സ്ഥാപിച്ചത് മുതൽ ഇന്നേ വരെയും അതിന്റെ ചുമരിൽ ജീവനുള്ളവരുടെ ഫോട്ടോ ഉണ്ട്. മാത്രവുമല്ല അതിന്റെ അലമാരകളിൽ പട്ടിയുടെയും നായയുടെയും പൂച്ചയുടെയും ജീവികളുടെയും ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോ ഉള്ള വീട്ടിലേക്ക് ഒരിക്കലും എന്തിലെ മലക്ക് വരൂല. ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു ശിക്ഷ അതാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ, അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് അവർ പ്രവേശനത്തിന് പുറത്തു നിൽക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ പ്രവാചകൻ നബിയോട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് വീട്ടിൽ. സമയം നിശ്ചയിച്ചു. ജിബ്രീലിനെ കാണുന്നില്ല. റസൂലുള്ള പരിഭ്രാന്തനായി. എന്തേ ജിബ്രീൽ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത്? അന്വേഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ വന്നു. ജിബ്രീൽ പറഞ്ഞ കാരണം വീട്ടിനുള്ളിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു പ്രതിരൂപമുണ്ടായിരുന്നു. അതെടുത്ത് ഒഴിവാക്കും വരെ ജിബ്രീൽ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നില്ല എങ്കിൽ സഹോദരങ്ങളെ 3 രൂപത്തിലാണ് പ്രവാചകൻ തിരുമേനി അത്തരം ചിത്രങ്ങൾ വെക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഷോക്കേസിലിരിക്കുന്ന മുഴുവൻ പ്രതിരൂപങ്ങൾക്കും അഹ്യൂമാ ഖലഖ്തും, ജീവൻ നൽകൂ എന്ന് നാളെ പരലോകത്ത് വെച്ച് പറയും. അത്രേ അഹ്യൂമാ ഖലഖ്തും. എന്താണ് ഇത്ര വലിയ തെറ്റ് സഹോദരങ്ങളെ? അതും ഹദീസിൽ പറഞ്ഞു, യുലാഹൂന ബിഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് അവർ സാദൃശ്യമുണ്ടാക്കുന്നു എന്നാണ്. പ്രകൃതിയിൽ അള്ളാഹു സൃഷ്ടിച്ച പ്രതിരൂപങ്ങൾക്ക് നമ്മൾ സാദൃശ്യമുണ്ടാക്കുന്നു. അത്തരം രൂപങ്ങൾ നമ്മളും ഉണ്ടാക്കുന്നു. അത് അള്ളാഹുവിനെതിരെയുള്ള ഒരു കയ്യേറ്റമായിട്ടാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. യുലാഹൂന ബിഖൽഖില്ല. പിന്നെ മലക്കുകളുടെ പ്രവേശനം നിഷേധിക്കപ്പെടും. അതേപോലെ സഹോദരങ്ങളെ അവർ ശാപത്തിന് വിധേയരാവരാകുന്നു എന്നും ഹദീസിൽ കാണാൻ പറ്റും. ഇത്രയും കുറ്റകരമായ ഒരു പ്രവണത എന്തിന്? ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുമ്പോൾ ഇന്ന് തിരിച്ചു ചെന്ന് നമ്മുടെ വീടുകളെ, പിശാചിന്റെ കേന്ദ്രമാകുന്ന വീടുകളെ ശുദ്ധീകരിക്കാൻ അനുഗ്രഹത്തിന്റെ മാലാഖമാർ ഇന്ന് വൈകുന്നേരം ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രൂപത്തിൽ ഒരു ശുദ്ധീകരണം നടത്താൻ എന്താ തടസ്സം? ഇതുകൊണ്ട് എന്താ കാര്യം? ഏത് 20,000 രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഷോക്കേസിൽ 50,000-ഓളം രൂപ വില വരുന്ന ഈ വസ്തുക്കളെ കൊണ്ട് എന്താ കാര്യം? എന്താ സഹോദരങ്ങളെ കാര്യം? ഏറി വന്നാൽ വരുന്നവൻ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും, നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? വെറുതെ പണം ചെലവാക്കുന്ന, ധനം വാരി വിതറുന്ന ഒരാളാണെന്നേ പറയാൻ പറ്റുള്ളൂ. അവരാവശ്യവുമില്ലാത്ത വസ്തുക്കൾ വാങ്ങി പണം ചെലവാക്കുന്ന ആളുകളെ പിശാചിന്റെ കൂട്ടുകാരെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പിശാചിന്റെ കൂട്ടുകാരാകുന്നു ആര്? പണം വെറുതെ വാരി വിതരുക.
1000, 10,000, 500 ഒന്നും എടുത്തു കൊടുക്കുമ്പോൾ എന്തിനാന്ന് ആലോചിക്കാത്ത ആൾക്കാരെ കുറിച്ച് അവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന്. ആ പിശാചിന്റെ കൂട്ടുകാരനാവാൻ മാത്രമേ ഇതുകൊണ്ടൊക്കെ ഉപകാരപ്പെടുള്ളൂ സഹോദരങ്ങള്. ഇതേപോലെ തന്നെ നമ്മുടെ വീട് സംഗീതം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ചെറിയ നമ്മള് ഈ പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന കോളനികളിലൂടെയും ലക്ഷം വീട് കോളനിലൂടെ ഒക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് റിക്കാർഡൊക്കെ തുറന്നു വെച്ച് അല്ലെങ്കിൽ TV ഒക്കെ തുറന്നു വെച്ച് ഭയങ്കര ശബ്ദത്തിൽ പാട്ട് കേൾക്കും. എന്താ പാട്ടിന്റെ പൊരുൾ? എന്താണ് അതിന്റെ മനഃശാസ്ത്രം? സഹോദരങ്ങളെ, മനസ്സിനെ മരിപ്പിച്ച് കിടത്തുക. കാരണം ഈ പാട്ടും സംഗീതങ്ങളും അലച്ച് മനുഷ്യന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും ഒരു ലഹരിക്കടിമപ്പെട്ടതുപോലെ മരിപ്പിച്ച് കിടത്താം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ എത്രയെന്ന് വെച്ചാൽ കേട്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ശക്തമായ സംഗീതങ്ങളാണ് ചെവിന്റെ ഉള്ളിലേക്ക് ഫോണ് വെച്ചിട്ട് നേരെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിലാണ് ജീവിക്കുന്നത്. ഒരു അള്ളാഹിനെ കുറിച്ച് ഒരു ദിക്റുമില്ലാത്ത സംഗീതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ സഹോദരങ്ങളെ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. വെറുതെ സംഗീതങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഒരു നല്ല കാര്യവും നടക്കാത്ത സ്ഥലത്തും ഈ തിന്മകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഇതൊന്നും പൂർണ്ണമായും രക്ഷപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ വീടുകൾ സംശുദ്ധമാകുന്നത്. ഇതേപോലെ സഹോദരങ്ങളെ, വീട്ടിന്റെ അന്തരീക്ഷങ്ങൾ എല്ലാറ്റും ഒരു ചിട്ട വേണം, ഒരു ക്രമം വേണം. അങ്ങനത്തതായിരിക്കണം. അസ്സലാമു അലൈക്കും എന്ന് അറബിയിൽ തൂക്കി വെക്കുക, അല്ലെങ്കിൽ ഹാദാമിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കുക. ഇതൊക്കെ എഴുതി വെച്ചാൽ വീട് ഇസ്ലാമികമായതാണ്. അങ്ങനായ വീട് ഇസ്ലാമികമാവും സഹോദരങ്ങള്. സുബൈക്ക് വന്ന് നോക്കുമ്പോൾ 8 മണി വരെ എല്ലാവരും ഉറങ്ങാണ്. അവിടെയാണ് ഇസ്ലാമിയത്തെ നമ്മൾ തെളിയിക്കുന്നത്. 8 മണിക്ക് വീട്ടിലെല്ലാവരും സുബൈന്റെ സമയം തെറ്റാതെ ഒരു മുസ്ലിമായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാൾ ഉണരണം. അങ്ങനത്തെ സംവിധാനം വീട്ടിലുണ്ടാക്കാൻ പറ്റും നമുക്ക്? സുബൈക്കൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ച അള്ളാഹ് സ്വീകരിക്കൂല. നിസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. നിങ്ങൾക്കറിയോ, ഒരു സമയം, ഒരു വക്ത് തെറ്റിയിട്ടുള്ളൂ. അസ്ർ നമസ്കാരത്തിന്റെ സമയം അസ്തമയത്തിന്റെ സമയമായപ്പോൾ ശത്രുക്കൾക്കെതിരെ വളരെ അപൂർവമായി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അസറിന്റെ സമയം അസ്തമയത്തോടടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, സഹോദരങ്ങളെ, മല അല്ലാഹു ഖുബൂറഹും നാറാ, അല്ലാഹു അവരുടെ ഖബറുകളെ തീയിനാൽ നിറക്കട്ടെ. തീയിനാൽ നിറക്കട്ടെ. ഖബറിനെ എന്തേ? ശത്രുക്കളുടെ കാരണം കൊണ്ട് റസൂലുള്ളാഹിന്റെ അസ്ർ നമസ്കാരം കുറച്ചു വൈകി. ഒരു വക്ത് നമസ്കാരം തെറ്റുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം ഗൗരവം കാണിച്ചുവെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എത്ര സമയം തെറ്റുന്നു സഹോദരങ്ങളെ. നന്നായി ഉറക്കെ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത്, പള്ളി ദൂരെയാണെങ്കിൽ നമസ്കരിക്കാൻ പോകാൻ സൗകര്യമില്ലാത്തവർ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുക. പക്ഷെ തൊട്ടടുത്ത് പള്ളിയുള്ളവർ പള്ളിയിൽ മാത്രമേ അയാൾക്ക് നമസ്കാരം ഉള്ളൂ എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എല്ലാറ്റിലും ചിട്ടകൾ വരുത്തണം, നമ്മുടെ വീട്ടിലെ ക്രമീകരണങ്ങളും കാര്യങ്ങളിലൊക്കെ. മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വീട്ടിൽ ചെന്ന് നമസ്കരിക്കുവാൻ വേണ്ടി എന്തെങ്കിലും വൃത്തിയുള്ള ഒരു പായ ചോദിച്ചു. അവിടെ അതില്ല. മുസ്ലിം വീട്ടിൽ അതില്ല. ഇന്ന് ആ അവസ്ഥയൊക്കെ മാറിപ്പോയി. നിസ്കരിക്കാൻ കൊടുക്കാൻ ഒരു പായ ഇല്ലാത്ത വീടുണ്ടായിരുന്നു മുമ്പ്. ഇന്നൊക്കെ ഈ മാറ്റങ്ങൾ ഖുർആൻ ക്ലാസും പ്രസംഗവും കേട്ട് മാറിയതാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെങ്കിലും ഒരു സംവിധാനം ആളുകളുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, എല്ലാ സംവിധാനങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. അൽ ബഖറ സൂറത്ത് പൂർണ്ണമായും 3 ദിവസത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിൽ ഓതിയിരിക്കണം. അങ്ങനെ ഓതുന്ന വീടുകളിൽ പൈശാചികമായ യാതൊരു പ്രശ്നങ്ങളും അവർക്ക് അനുഭവപ്പെടുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, എന്തൊരു നല്ല നിർദ്ദേശമാണ്. നമ്മുടെ അസ്വസ്ഥതകൾക്കും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ കുട്ടികളുടെ അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ പിന്നിൽ ഒരു പക്ഷേ പിശാചിന്റെ ശല്യപ്പെടുത്തലുകൾ ഉണ്ടാവാം. അങ്ങനെ വരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളുടെ രാത്രിയുടെ ഉറക്കം അസ്വസ്ഥമാകുന്നു, എന്തൊക്കെയോ പേടിയോടുകൂടെ കാണുന്നു. ഭാര്യക്കെപ്പോഴും പേടി, ഒറ്റയ്ക്ക് പകല് പോലും ഇരിക്കാൻ വീട്ടിൽ പറ്റുന്നില്ല. ഈ പേടികളും ഭയങ്ങളും ഭീരുത്വങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് പിശാചാണ്. ഈ പിശാചിന്ന് മോചനം കിട്ടാൻ സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം 3 ദിവസത്തിലൊക്കെ പാരായണം ചെയ്താൽ പിശാചിന്റെ അടുക്കൂലെന്നാണ്. എന്തുകൊണ്ട് പാരായണം? സഹിഹായ ഹദീസാണ്, ആർക്കും സംശയമില്ലാത്ത വചനങ്ങളാണ്. എന്തുകൊണ്ട് പാരായണം ചെയ്തുകൂടാ? നമ്മുടെ വീടുണ്ടാക്കിയിട്ട് ഇതുവരെ അവിടെ സൂറത്തുൽ ബഖറ ഒരു പ്രാവശ്യം ഓതിയിട്ടുണ്ടാവില്ല. വീടുണ്ടാക്കിയിട്ട് വീട്ടിക്ക് കയറി ചെല്ലുമ്പോൾ പറയാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, നീ സൃഷ്ടിച്ചതിന്റെ എല്ലാ കെടുതികളിൽ നിന്നും സമ്പൂർണമായ വചനങ്ങളാൽ ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. അങ്ങനെ ചോദിച്ചിട്ട് ഏത് സ്ഥലത്ത് ചെല്ലുകയാണെങ്കിലും അവിടെ കയറാം. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നാലും ഈ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. സഹോദരങ്ങളെ, കണിശമായ നിർദ്ദേശങ്ങളുണ്ട്. പിശാച് താമസിക്കരുത്. വിശാലമായ വീട്. ഏത് വിശാലമായ വീട്? എത്ര റൂമുകളുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഏതൊക്കെ റൂമിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഏതൊക്കെ റൂമിന്റെ വാതിലുകൾ അടച്ചില്ലാന്നറിയില്ല. രാത്രി പോയി കിടന്നാൽ എന്താണ്, തെക്കേപ്പുറത്തെ റൂമിന്റെ വാതിൽ അടച്ചിട്ടില്ലേ? സംശയം, ഉറക്കം വരുന്നില്ല. സഹോദരങ്ങളെ, എന്തിനിത്?
വീടിന്റെ പ്ലാൻ വരക്കുമ്പോൾ ലോൺ എടുത്ത് പലിശക്കെടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളത്. അയാളെ കയ്യിലുള്ള പൈസ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര വലിയ വീടാവൂല. ആകെ 2 കുട്ടികൾ 3 കുട്ടികൾ, ഒരു മാതാവ് പിതാവ്, അവർക്കുറങ്ങാനുള്ള വീട് മതി. അതിന് ഭയങ്കരമായ വലിപ്പത്തിൽ എങ്ങനെ പ്ലാൻ തയ്യാറാക്കിയാലും കഴിയാത്ത രൂപത്തിൽ അത്രയും വിശാലമായ പ്ലാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന റൂം പിശാചിനാണ്. പിശാച് ഷെയ്ത്താൻ ഈ ഭൂമിയിൽ നമ്മളെ പോലെയുള്ള ഒരു ജീവിയാണ് സഹോദരങ്ങളെ. പിശാച് ഇവിടെ ജീവിക്കുന്നു, നമ്മുടെ ഉപദേശങ്ങളും പ്രസംഗങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള തീ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ. ആ ഷെയ്ത്താന്റെ ശല്യങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വരാൻ ഇതൊക്കെ കാരണം. ആ പിശാചിന് താമസിപ്പിക്കണോ? നമ്മളെ ഉപദ്രവിക്കുന്ന ആക്ക് നമ്മുടെ വീട്ടിലൊരു റൂം കൊടുക്കണോ? സഹോദരങ്ങളെ, വീടുകളെ ശുദ്ധീകരിക്കുക. അനുഗ്രഹത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനം തടഞ്ഞ് പിശാചിന് വരാനും പിശാചിന് അന്തി ഉറങ്ങാനും വീട്ടിൽ സ്ഥലം കൊടുക്കുന്നവർ ഏത് സമയത്തും അസമാധാനത്തിലും ഭയത്തിലും വീരത്വത്തിലും ജീവിക്കേണ്ടി വരും. ഒരു നല്ല വീട്, സംഗീതങ്ങളെ കൊണ്ട് പിശാചിന്റെ നൃത്തം ചെയ്യാത്ത, സംഗീതങ്ങളെ കൊണ്ട് പിശാച് നൃത്തം ചെയ്യുന്ന ഭവനങ്ങൾ, അതേപോലെ തന്നെ പ്രതിരൂപങ്ങളും ചിത്രങ്ങളും വെച്ച് അനുഗ്രഹത്തിന്റെ മാലാഖമാർ വാതിൽ വരെ ഒന്ന് തിരിച്ചു പോകുന്ന അനുഗ്രഹം നിഷേധിക്കപ്പെട്ട ഭവനങ്ങൾ. അത് നോക്കൂ നിങ്ങൾ, ഒരു വീട്ടിൽ ചെന്നൊരിക്കൽ അന്തി ഉറങ്ങുമ്പോൾ തൊട്ടുമുകളിലെ റൂം നമുക്ക് ഉറങ്ങാൻ വേണ്ടി കാണിച്ചു. ചെന്ന് നോക്കുമ്പോൾ ഒരു നഗ്നയായ പെൺകുട്ടിയുടെ സമ്പൂർണമായ ഒരു ചിത്രമാണ്. പൂർണ്ണം പാദം തൊട്ട് തലവരെ അതിലുണ്ട്. ആ ഫോട്ടോ അത് നമ്മളുമായി ബന്ധപ്പെട്ട നല്ലൊരു സുഹൃത്തിന്റെ വീടാണ്. അപ്പോ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇതെന്താണ്? നേരം വെളുക്കോളം ആ റൂമിൽ നമ്മൾ ഉറങ്ങണം. നമുക്ക് എടുത്തിടാൻ പറ്റുമോ അയാളെ വീട്ടിൽ നിന്ന്? സ്വാഭാവികം അത് കണ്ട് രാവിലെ വരെ അവിടെ ഉറങ്ങണം. അത് ചോദിച്ചാൽ അത് കുട്ടികളുടെ താല്പര്യമില്ലെന്നാണ്. കുട്ടികൾക്ക് എന്തുമാകാം നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് എന്തുമാകാം. എവിടെയും എന്തും ഒട്ടിക്കാം, എന്തും പതിക്കാം, എന്തും എഴുതി വെക്കാം, എന്തും വായിക്കാം, എന്തും കേൾക്കാം, എന്തും കാണാം. അവിടെ സ്വാതന്ത്ര്യം. ടിവിയുടെ ചാനലിലൂടെ എന്ത് വന്നാലും നമ്മുടെ കുട്ടികൾക്ക് കാണാം. കുട്ടികളെന്ന അനുവാദം. സഹോദരങ്ങളെ, ഈ വീട്ടിൽ പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നവർ, അതിന്റെ ദുരന്തം ഇഹലോകത്തും പരലോകത്തും വേണ്ടി വരും. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഇതാ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ സംശുദ്ധമാക്കൂ. നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ ദാമ്പത്യത്തിൽ പരസ്പര പൊരുത്തങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് സ്നേഹത്തിൽ വർത്തിക്കും. പിശാച് പുറത്തു പോകുന്നതാണ്. ആ പിശാചിനെ പുറത്തുപോയി അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരട്ടെ. ആ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ചുറ്റും വന്നിരിക്കും. നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത്തരമുള്ളൊരു ഗൃഹാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ വീടുകൾ എങ്ങനെയാണെന്ന് വീടുണ്ടാക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടിന്റെ തറയിലോ നിങ്ങളുടെ വീടിന്റെ ഇഷ്ടികയിലോ മൺതരികളിലോ പലിശയുടെ ഒരു ചെറിയ തരിമ്പ് പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക സഹോദരൻ. അങ്ങനത്തെ വീട് മതി. ചിലപ്പോ നാട്ടുകാർ പറയും, എങ്ങനെ ജീവിച്ചിരുന്ന കുട്ടിയാണത്, ഇപ്പൊ കണ്ടോ അങ്ങനത്തെ ഒരു പെരയിലാണ് പാർക്കുന്നത് നേറി വന്ന നാട്ടുകാർ പറയും. ഒന്നും സംഭവിക്കില്ല സഹോദരൻ. അങ്ങനല്ലേ? എന്തൊരു നല്ല വാപ്പിയും എന്തൊരു നല്ല തറവാട്ടുകാരായിരുന്നു, ഇപ്പതാ തേച്ചിട്ടും കൂടി ഇല്ല പെര എന്നൊരാൾ പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല സഹോദരങ്ങള്. നമുക്ക് അടച്ചോർപ്പോട് കൂടെ വാതില് സാക്ഷിയിട്ട് ആയത്തുൽ കുർസി മോദി ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത് മതി എന്ന് ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടാൽ ഒരു ചെറിയ മൺതരിയിലോ ഒരു ഇഷ്ടികയിലോ ഒരിക്കൽ പോലും ഹറാമ് കലരാത്ത അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു ഭവനത്തിൽ നമുക്ക് അന്തി ഉറങ്ങാൻ പറ്റും. അല്ല, നമ്മുടെ മനസ്സിന്റെ പൊങ്ങച്ചങ്ങളും താല്പര്യങ്ങളും ഒക്കെ അവസാനം എവിടേക്ക് എത്തിച്ചുവരെങ്കിൽ ഹറാമുകൾ മാത്രം. എല്ലാത്തിലും ഹറാം. വീട്ടിൽ വാങ്ങിവെച്ച പാകം ചെയ്യുന്ന ആ സ്റ്റൗ ഹറാമിലാണ് വാങ്ങിയിട്ടുള്ളത്. പലിശയാണ് അതിന്റെ പിന്നിലുള്ളത്. എല്ലാത്തിലും പലിശ. ഇഷ്ടികകൾ മുഴുവൻ പലിശ. സമ്പന്നർ, വലിയ വലിയ വരുമാനമുള്ളവർ പോലും പലിശക്കാണ് സഹോദരങ്ങളെ എല്ലാം വാങ്ങുന്നത്. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരെ, എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കൂ. ഭക്ഷണമായ എന്താണ് ലളിതമായ ഭക്ഷണം നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുക. വെറുതെ കളയരുത്. നമ്മുടെ വീട്ടിലൊക്കെ റമദാനിലും അല്ലാത്ത കാലത്തും ഉപേക്ഷിച്ചിരുന്ന ഭക്ഷണങ്ങൾ ആർക്കാണ്? പിശാചിന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടുന്ന ചെറിയൊരു ലുക്മത്ത് പോലും പിശാചിനാണ് എന്ന് പ്രവാചകൻ തിരുമേനി പറയുമ്പോൾ, നോമ്പ് തുറന്നതിന്റെ ബാക്കി, അത്താഴത്തിന്റെ ബാക്കി, പകലാരും കഴിക്കാനില്ലാതെ വേസ്റ്റ് ബോക്സിലേക്ക് കൊണ്ടുപോയിടുന്ന ഏറ്റവും രുചികരമായ ആ ഭക്ഷണങ്ങളെല്ലാം പിശാചിന് വേണ്ടിയാണ് കൊണ്ടുപോയി കളയുന്നത്. ഇത്തരം തിന്മകളിൽ നിന്നും മാറി ഒരു നല്ല ഗൃഹാന്തരീക്ഷത്തെ ഉണ്ടാക്കുവാൻ സഹോദരിമാരെ, സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളാണ്, മനസ്സിലൊതുങ്ങാത്ത ആഗ്രഹങ്ങൾ. നമ്മുടെ കഴിവിനപ്പുറത്തുള്ള വീട്, നമ്മുടെ കഴിവിനപ്പുറത്തുള്ള സാധന സാമഗ്രികൾ. ആൾക്കാർ ചോദിക്കും, പെരുന്നാളല്ലേ ഉടുപ്പെടുക്കണ്ടേ? സുന്നത്തല്ലേ എന്നാണ്. പെരുന്നാളാണ്, ഉടുപ്പെടുക്കണം, നല്ലതന്നെ. നല്ല വസ്ത്രം ധരിക്കണമേ ഒന്നുള്ളൂ. നല്ലത് വാങ്ങി ധരിച്ചാലേ പെരുന്നാളാകൂ എന്നുള്ള സഹോദരങ്ങൾ.
നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് വൃത്തിയോടുകൂടെ ധരിക്കണമെന്നാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ വലിയ പെരുന്നാൾ വരും. അപ്പൊ അതിനെടുക്കണമെന്നാണ്. എന്തിന്? ഒരൊറ്റ പ്രാവശ്യം വസ്ത്രമെടുക്കാൻ എത്രയാണ് ചെലവ്? 5000, 6000, 7000. ആരാണ് എടുക്കുന്നത്? ഒരു ദിവസം 125 രൂപയോ 100 രൂപയോ ദിവസ വരുമാനമില്ലാത്തവനെ കൊണ്ടാണ് കുട്ടികളുടെ പേര് പറഞ്ഞ് എന്തിന് പലപ്പോഴും ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സഹോദരിമാര്. സാമ്പത്തിക രംഗം മലിനമായി എപ്പോഴെങ്കിലും ഒരു പനി വന്നാലോ ഒരു ചുമ വന്നാൽ പോലും ഡോക്ടറെ കാണാൻ കടം വാങ്ങേണ്ടി വരുന്ന ദുരവസ്ഥയിലേക്ക് എന്തിന് നമ്മുടെ കുടുംബങ്ങളെ എത്തിക്കണം? ലളിതമായ ജീവിതം ഉള്ളതെങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക. അങ്ങനെ ലളിതമായ ഒരു ജീവിതവും അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ചൊരു വീടുമാണോ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ സന്തോഷം പുലരും. അങ്ങനത്തെ ഒരു വീടുണ്ടാക്കണം. അങ്ങനത്തെ ഒരു വീട്ടിലെ നല്ല ഒരു കുടുംബവും നല്ലൊരു ചുറ്റുപാടും വരുള്ളൂ. അപ്പോൾ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ വിശദീകരണത്തിൽ ഒതുക്കുകയാണ് സഹോദരങ്ങൾ. ഇത് നമ്മുടെ കുടുംബജീവിതമാണ്. കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കണം. ആരെങ്കിലും കുറച്ചാളുകൾ മാത്രം സഹകരിച്ചത് കൊണ്ടായില്ല. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത്, ഇപ്പോഴും പരസ്പരം മനസ്സുകൊണ്ട് നാട്ടിനോട് മുഴുവൻ ലോകത്തിലാണ്, എല്ലാവരോടും ആത്മസുഹൃത്തുക്കളുണ്ട്. നമുക്ക് എല്ലാ ബന്ധുക്കളോടും നല്ല ബന്ധത്തിലാണ്. ഒരു രണ്ടാരും ദമ്പതികൾ ഭാര്യയും ഭർത്താവും പാടെ കുടുംബങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ എന്തൊരു ലോകത്തിലാണ് അവർ പോകണങ്ങൾ. എല്ലാ വീട്ടിലും ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പുറത്തിറങ്ങും. അന്യന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും റോട്ടിലും വരാന്തയിലും എല്ലായിടത്തും നമ്മൾ ഏറ്റവും നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതികൾ. നമ്മളെ വീട്ടിൽ വന്നാലോ മാനസികമായി പൊരുത്തമില്ലാത്ത നിനക്കാരോട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് നമ്മളോട് ചോദിച്ചാലോ ഭാര്യയോട്. സഹോദരങ്ങളെ, എന്തർത്ഥമാണ് ഈ ജീവിതത്തിൽ? ഇതിന്റെ ദുരന്തം എത്രമാത്രം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് രാവിലെയും വൈകുന്നേരവും വഴക്കടിച്ച് മലക്കിന്റെ ശാപ പ്രാർത്ഥനകളും കേട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ. എന്താ അവർക്ക് കുറവ്? എന്താ സഹോദരൻ കുറവ്? അവൾക്ക് സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഇല്ല. ജീവിക്കാൻ വല്ല സാമ്പത്തികമായ കുറവുണ്ടോ? ഒന്നുമില്ല. കിടക്കാൻ വീടില്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെ എന്തിനാണ് ഈ വഴക്ക്? സഹോദരങ്ങളെ, പിശാചാണ്. ജീവിതത്തെ മുഴുവൻ മലിനപ്പെടുത്താൻ പിശാച്. സിഹിറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന തന്നെ എന്തിനാണ് സിഹിർ, എന്തിനാണ് മാരണം? യുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കലാണ് പിശാചിന്റെ ഏറ്റവും വലിയൊരു ജോലി എന്നാണ്. പിശാചിന് ഏറ്റവും സന്തോഷപ്പെടാരങ്ങൾ നമ്മളും നമ്മുടെ ഭാര്യയും മിണ്ടാതിരിക്കുമ്പോൾ, പരസ്പരം ശണ്ട കൂടുമ്പോൾ, വഴക്ക് കൂടുമ്പോൾ. എന്തേലും കാര്യമുണ്ടോ? അതിൽ ഒരു കാര്യവുമില്ല. സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, ഹുന്ന ലിബാസുൻ ലക്കും അല്ലേണ പറയണത്. അങ്ങനെ ആകാൻ പറ്റുന്നല്ലേ എന്റെ അർത്ഥം സഹോദരങ്ങളെ? അങ്ങനെ ആകാൻ പറ്റുമത്രേ. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണെന്ന്. ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഒരു വസ്ത്രം ദേഹത്തിന്റെ വിയർപ്പിന്റെ മണങ്ങളോട് ഒട്ടി നേർന്ന് നിൽക്കുന്നതാണ് വസ്ത്രം. വിയർപ്പ് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കും. ഒരുപക്ഷെ നമ്മുടെ ബ്രഷ് കൊണ്ട് നമ്മുടെ ഭാര്യ പല്ല് തേച്ചെന്ന് വരാം. നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ വിയർപ്പുകളും നമ്മുടെ മാലിന്യങ്ങൾ പോലും വിഷമമില്ലാതെ വൃത്തിയാക്കാൻ അവൾ തയ്യാറാകും. നമ്മുടെ വിയർപ്പ് നമ്മുടെ വസ്ത്രത്തിന് എന്തുമാത്രം അരോചകരമല്ലയോ, അതുപോലെ നമ്മളോട് ദേഹത്തോട് തൊലിയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നവരാണ് ഭാര്യയും ഭർത്താവും. നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെ. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അത്രയും അടുത്തും. എപ്പോഴാത് ഖുർആൻ പറയണ്ട? നിങ്ങൾ പകല് സമയത്ത് നിങ്ങൾ പരസ്പരം വൈകാരികമായ ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള അള്ളാന്റെ വിഷമാണ് അള്ളാഹ് പ്രകടിപ്പിക്കുന്നത്. ഇത്രയും നന്നായി ജീവിക്കുന്ന നിങ്ങൾ പകൽ സമയത്ത് അല്പം അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു പറയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ സ്നേഹത്തിലാണ് അവർ കഴിയുന്നത്. അള്ളാഹ് അത്ഭുതമായി പറയണം. അതായത് ഇന്നിപ്പോ ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ ആ മഹത്വവും ആഴവും നമ്മൾ അറിഞ്ഞാൽ, ആകാശത്ത് സൂര്യനെ കണ്ടാൽ നമുക്ക് അത്ര അത്ഭുതം ഉണ്ടാവില്ല. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ര അത്ഭുതം ഉണ്ടാവില്ല. അതിലേറെ വലിയ വിസ്മയമാണത്രേ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, അങ്ങേയറ്റം കാരുണ്യത്തോടെ ജീവിക്കുന്ന രണ്ട് ദമ്പതികൾ അനുഭവിക്കുന്നതിനാണ് അള്ളാഹ് പറയുന്നത്. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് അവൻ ഇണകളെ ഏർപ്പെടുത്തുന്നു. നിങ്ങളും ഇണകളെ ഏർപ്പെടുത്തുന്നു. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ. അവൻ കാരുണ്യത്തെയും സ്നേഹത്തെയും നിങ്ങൾക്കിടയിൽ അവർ ഉണ്ടാക്കി തരികയും ചെയ്തു എന്നാണ്. സഹോദരങ്ങൾ, ഈ ബന്ധം എന്തുകൊണ്ട് തകരാറാകുന്നു, എങ്ങനെ നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ആലോചന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ എന്താ നമ്മൾ കുറച്ചൊരു ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്.
നമ്മളിങ്ങനെ വെറും നിയമവും കാര്യങ്ങളും നോക്കിയാൽ മാത്രം നടക്കുന്ന കാര്യം. കുറച്ചൊക്കെ ഒരു ബുദ്ധി യുക്തിയൊക്കെ ദാമ്പത്യത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഇത് ഒന്നായി പോയില്ലെങ്കിൽ ഇടങ്കരം തരങ്ങൾ. നിങ്ങൾ അങ്ങനത്തെ വീട്ടിലെ കുട്ടികളെ നോക്കുന്നത് ഏറ്റവും അധികം മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ അങ്ങനത്തെ. ഇത് വാപ്പയും ഉമ്മയും തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്ന് നമ്മളെ കുട്ടികൾ അറിയുന്ന നിമിഷം നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയുടെ വലിയൊരു ഭാഗം തകർന്നു പോയി സഹോദരൻ. ഇങ്ങനത്തെ ഒരു കുട്ടിയെ മുമ്പിൽ നമ്മൾ ശണ്ട കൂടുകയാണ്. എന്തിന്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി. സഹോദരങ്ങളെ, ആ കുട്ടികളെ നശിപ്പിക്കണോ കാര്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ സന്താനങ്ങളെ നമ്മൾ നശിപ്പിക്കണോ സഹോദരങ്ങൾ? നോക്കൂ നിങ്ങൾ, അങ്ങനത്തെ ഒരു ദാമ്പത്യത്തിൽ, അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ആ സന്താനങ്ങളുടെ ഭാവി അപകടകരമാണ്. നമ്മുടെ ജീവിതമോ ഭയങ്കരമായ പ്രതിസന്ധിയിലും. കാരണം ജീവിതത്തിൽ പ്രതിസന്ധി ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അത് കൊണ്ടേക്കാൻ സ്ഥലമല്ലെങ്കിൽ അയാൾ നാട് വിട്ടുപോകും. അല്ലെങ്കിൽ തൊട്ടപ്പെടുത്ത റൂമിൽ വാതിലടച്ചുകൊണ്ട് ഇനി ജീവിച്ചത് മതി എന്ന് വിചാരിക്കും. ഇറക്കി വെക്കാൻ സ്ഥലമല്ലെങ്കിൽ, തലയിലെ ഭാരം ഇറക്കി വെക്കാൻ സ്ഥലം കിട്ടാതിരുന്നാൽ എന്ത് കിട്ടും? ജീവിതത്തിന്റെ പ്രതിസന്ധി. കാരണം ഏറ്റവും സ്നേഹത്തോടെ നിൽക്കേണ്ട ആളുകൾ കുറച്ചൊരു ബുദ്ധി ഉപയോഗിക്കാം. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഇബ്നു ഉദ്റത്തു ദോലി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എന്താ പറയുക, ഞാൻ കുറച്ചൊരു തന്ത്രത്തിലൊക്കെ പോകാമെന്ന് പറയാനാണ് ഞാൻ വേണ്ടത്. അദ്ദേഹം എന്ത് ചോദിച്ചാൽ, അദ്ദേഹം വിവാഹം കഴിക്കും, വളരെ കുറച്ച് സമയം ജീവിച്ചിട്ട് എന്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ വേഗം തൊലാക്ക് ചെയ്തു പോകും. അതുകൊണ്ട് നാട് മുഴുവൻ അയാൾ സ്ത്രീകളോട് പെരുമാറാൻ കൊള്ളാത്ത ഒരാളായിട്ട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അർക്കം എന്ന് പറയുന്ന ഒരാളെ ഇയാൾ വീട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്റെ തകരാറ് കൊണ്ടാണ് ഞാൻ പെണ്ണുങ്ങൾ ഒഴിവാക്കണമെന്നാണ് സാധാരണ ആൾക്കാർ പറയാറുള്ളത്. അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് സാക്ഷിക്കും വേണ്ടി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് അയാൾ ഭാര്യയോട് ചോദിച്ചു, അല്ല അള്ളാന്റെ പേര് സത്യം ചെയ്ത് പറയണം. എന്ത് പറയണം? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലേന്ന് പറയണം എന്നാണ്. ഇയാൾ കേൾക്ക പറയാനാണ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിൽ സത്യം എന്ന് പറഞ്ഞ് പറയാൻ പറയരുത്, അല്ലാതെ ഞാൻ പറഞ്ഞോളാം. അല്ല, അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ പറയണം എന്നപ്പോ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല എന്നാണ് അവർ. നേരെ അദ്ദേഹം ഉമർ ഖത്താബിനൊക്കെ പോയിട്ട് ഉമർ ഖത്താബിന് പറഞ്ഞു, ഉമറെ സാക്ഷി ഉണ്ട്. കാരണം എന്റെ മുഖത്ത് നോക്കി എന്നോട് ഇഷ്ടമില്ല എന്ന് പറയാൻ എന്റെ ഭാര്യ തയ്യാറാണെങ്കിൽ അവളൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞു? അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയാൻ പറഞ്ഞാൽ പിന്നെ നുണ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ ഞാൻ നുണ പറയും, ഇഷ്ടമുണ്ട് തൽക്കാലം ഞാൻ പറയുമായിരുന്നു. അള്ളാഹുവിൽ സത്യം ചെയ്യുന്ന നുണ പറയാൻ പറ്റും? അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞ വാക്കെന്താ നിങ്ങള്? ഫക്ദിബി, നീ നുണ പറഞ്ഞോന്നാ. നിങ്ങളുടെ ജീവിതവും ദാമ്പത്യവും നന്നായി പോകാൻ പ്രയോജനപ്പെടുമെങ്കിൽ അവിടെ ഒരു കളവ് പറയാൻ അനുവാദം കൊടുക്കണം. അത് ഉമറിന്റെ വകയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുവാദം കൊടുത്ത കാര്യം. എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിൽ എന്തിനും നുണ പറയാന്നല്ല, ബന്ധങ്ങൾ എന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു കളവ് പറയേണ്ടി വന്നാൽ പോലും ആ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയരുതെന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശം കൊടുത്തു, ഇൻ കാനത് ഇഹ്ദാകുന്ന, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ലാ തുഹിബ്ബു അഹദന, ഭർത്താക്കന്മാരായ ഞങ്ങളിൽ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഫലാ തുഹദ്ദിസുഹു ബിദാലിക, ഒരിക്കൽ പോലും അയാളോട് പറയരുതേന്നാണ്. എനിക്ക് നിങ്ങളോട് ഇഷ്ടമല്ല എന്ന് പറയരുതേന്നാണ്. അങ്ങനെ ഒരു വാക്ക് വന്നു പോകരുതേന്നാണ്. അങ്ങനെ ഒരു വാക്ക് വന്നു പോയാൽ നിങ്ങളുടെ ദാമ്പത്യം തകരാറായി പോകും. എന്നിട്ട് ഉമർ കൊടുത്തൊരു ഉപദേശമുണ്ട് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സമ്പൂർണമായ ഒരു ഉപദേശമാണ്. സമ്പൂർണ്ണ സ്നേഹത്തിൽ കഴിയുന്ന ദമ്പതികൾ വളരെ കുറച്ചു വീടുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണ സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ദമ്പതികൾ വളരെ കുറഞ്ഞ വീട്ടിലേ ഉള്ളൂ. നമ്മൾ മാത്രമുള്ളൂ അങ്ങനെയെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഉണ്ട്. പിന്നെ എന്താണ് അവർ വഴിപിരിയാത്തത്? വലാകിന്നന്നാസ്, പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ യതആശറൂന ബിൽ ഇസ്ലാം വൽ അഹ്സാബ്, ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഇസ്ലാമിന് ദോഷം വരണ്ടെന്ന് വിചാരിച്ച് ചിലർ കൊണ്ടെടുക്കാണ്. ചിലർ നമ്മളൊരു വലിയ തറവാട്ടേരായതുകൊണ്ട് നമ്മളെ തറവാട്ടിനൊരു ചീത്തപ്പേര് വരണ്ട, ഒരു പെണ്ണിനെ ഒഴിവാക്കിയതിനുള്ള ചീത്തപ്പേരിന്റെ വരണ്ട വെച്ചിട്ട് സഹിച്ചു കൊണ്ടെടുക്കാണെന്ന് പറഞ്ഞു. നമ്മുടെ ഖത്താബ് പറഞ്ഞാണ്. അങ്ങനത്തെ അവസ്ഥ പല കുടുംബങ്ങളിലുമുണ്ട്. എങ്കിൽ പോലും അല്പം തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ ഒന്നിച്ചു പോകാൻ ശ്രമിക്കണമെന്നാണ് സഹോദരങ്ങൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ പരസ്പരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാകും. ഒന്ന്, സഹോദരങ്ങൾ മിണ്ടാതിരിക്കുക, തെറ്റുക. ഭാര്യയും ഭർത്താവും തെറ്റുക, 2 ദിവസമൊക്കെ മുണ്ടാതെ നടക്കുക. എന്ത് തെളിവായിരുന്നത്? അതിലിടയ്ക്കണം മരിച്ചോ കണ്ടേ, നേരെ നരകത്തിലാണ് പോകും.
നമ്മളെ പിണങ്ങിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിയിട്ട് ആണ് പോയാൽ ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഖ്ജുറ അഖാഹു ഫൗക സലാസതി അയ്യാം 3 ദിവസത്തിലധികം മുണ്ടാ നടക്കാൻ പാടില്ല എന്നാണ്. മുണ്ട തെറ്റുക, ഏറ്റവും അടുത്ത ബന്ധം ജീവിക്കേണ്ട ആൾക്കാർ തെറ്റിപ്പോ എത്ര മാത്രം നിങ്ങൾ രാത്രി ഭർത്താവിനോട് പിണങ്ങി ഭർത്താവിനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ നേരം പുലരുവോളം മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, അത്രയും ഗൗരവകരമാണ് നമ്മൾ പിണങ്ങി ജീവിക്കാന്നുള്ളത്. പിണങ്ങി ഇങ്ങനെ തെറ്റിപ്പോവാന്നുള്ള അവസ്ഥ. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവും. അതെന്തിനാണെങ്കിൽ നമ്മളെ സ്നേഹം ശക്തിപ്പെടാൻ വേണ്ടി മാത്രമുള്ള പിണക്കങ്ങൾ. ചെറിയ പിണക്കം, അല്പസമയം, ചെറിയ സമയത്ത് മാത്രം. അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളാണ്. പക്ഷേ ഒരു 3 ദിവസമൊക്കെ പിന്നെ അയാൾക്കൊരു വെള്ളം കൊടുക്കാതൊക്കെ അവളൊരു കാര്യം അയാൾ ശ്രദ്ധിക്കാതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ജീവിച്ചു പോകുന്നവരെങ്ങനെ സഹോദരങ്ങൾ? പിന്നെ ഇതിലേറെയൊക്കെ എനിക്ക് വിഷമമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പരസ്പരം തരും നേർക്ക് നേരെയല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക? ഉപദ്രവിക്കുക. നേർക്ക് നേരല്ല പറഞ്ഞ ഒരു ന്യായം ഉണ്ടാവും. ഭർത്താവിനെ ഉപദ്രവിക്കുന്ന വെച്ചാൽ ഒരു ന്യായവും കാണാൻ പറ്റില്ല. പക്ഷെ ഉപദ്രവിക്കുന്നതാണ്. ഉപദ്രവിക്കുക എല്ലാ അർത്ഥത്തിലും അയാൾക്ക് എങ്ങനെയൊക്കെ വിഷമം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കും. അതേമാതിരി ഭാര്യനെ നേരിട്ട് മൂപ്പരെ വിചാരണ ചെയ്താൽ മൂപ്പര് നല്ല പെരുമാറ്റമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവളെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലൊക്കെ ഉള്ള ബന്ധങ്ങൾ സഹോദരങ്ങൾ ഏത് രൂപത്തിൽ നന്നായി പോകാൻ പറ്റും? പിന്നെ എങ്ങനെയൊക്കെ കൊണ്ടടക്കണവരോട് അവസാനമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, എവിടെ വരെ എത്തും ഈ പോക്ക്? അതൊന്ന് പറഞ്ഞാട്ടെ, എവിടെ വരെ എത്തും? ഇത് കൊണ്ടടക്കാൻ തന്നെയുള്ള തീരുമാനം. കൊണ്ടു നടക്കാനാണ് തീരുമാനമെങ്കിൽ സഹോദരങ്ങളെ, ഈ മാനസിക ഇണക്കവും പിന്നെ പൊരുത്തവുമില്ലാതെ വാർദ്ധക്യത്തിന്റെ അവസാന നിമിഷം വരെയും ബഹളങ്ങളായിക്കൊണ്ട് കഴിയണോ ഈ കുട്ടികളുടെ ഇടയിൽ? അതൊന്ന് പരിഹരിച്ചൂടെ? കൊണ്ടുപോകുകയാണെങ്കിൽ ഏതുവരെ കൊണ്ടുപോകണം? മരണം വരെ കൊണ്ടുപോണ്ടേ? അല്ല പിരിയാനാണോ ഭാവം? എങ്കിലും ഇതിന് നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിന്റെ ആളുകളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ട് അതിനുള്ള വഴികൾ അന്വേഷിക്കുക. അതിന് ഇസ്ലാമികമായ വഴിയുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നുമല്ലാത്ത കെട്ടിയിട്ട ഒരവസ്ഥയിൽ സഹോദരങ്ങൾ ഒരു ദാമ്പത്യത്തെ കൊണ്ടുപോകാതിരിക്കും. ഏറ്റവും വലിയ പരിഹാര മാർഗം തുറന്ന് സംസാരിക്കും. എന്തായാലും നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നാട്ടിലോടൊക്കെ നടന്നു പറയും. ഭാര്യ ഭർത്താവിന്റെ ദോഷം, ഭർത്താവിന്റെ കാര്യം പിന്നെ മറ്റുള്ളവരോടൊക്കെ നടന്നു പറയും. തുറന്ന് സംസാരിക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്ന് അദ്ദേഹത്തോടുള്ള മാനസിക വിഷമം എന്താണോ അതൊരു നല്ല സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് അത് മുഴുവൻ കേട്ടിട്ടേ നിങ്ങൾ പ്രതികരിക്കാവൂ എന്ന് പറഞ്ഞ് സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിനോട് മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ അന്ന് അവസാനിക്കും. സഹോദര, നിന്റെ ഭാര്യയോട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അല്പസമയം കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് മനസ്സ് തുറന്ന് പറഞ്ഞു നോക്കും. നിങ്ങൾ മനസ്സ് തുറന്ന സംസാരത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷിച്ചു വെച്ചതാണ് നമ്മുടെ ബന്ധങ്ങളായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രയാസം. പിന്നെന്താ പറയുക, നമ്മൾ സഹിക്കാൻ ആരും തയ്യാറാണ്. ഭാര്യന്റെ അടുത്ത് ദോഷങ്ങളുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നാ തിരുത്തിക്കോളി. എങ്ങനെ തിരുത്തേണ്ടത്? ഖുർആൻ പറയുന്നു, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജി വളരിബൂഹുന്ന ഫഇൻ അതഅനകും ഫലാ തബൂ അലൈഹിന്ന സബീല. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ഭാര്യമാരിൽ നിന്നൊക്കെ എന്തെങ്കിലും വെറുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ വരികയാണ്, മുന്നോട്ട് പോകാൻ ചെറിയ വിഷമം തോന്നുകയാണെങ്കിൽ എന്താ പറയുക? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതിഞ്ഞിപ്പോ കൊണ്ടുപോകാൻ പറ്റത് ഒഴിവാക്കാൻ എന്താ ചെയ്യാന്നാണ്. അവിടുന്ന് ആലോചിക്കാൻ പറ്റും. അത് അവസാനമാണ്. അവസാനത്തിൽ നിന്ന് ആലോചിക്കുമ്പോഴാണ് പരിഹാരം ഇല്ലാതാവുക. തലക്കെന്ന് ആലോചിച്ച് പോരും പരിഹരിക്കും. ഒന്നാമത് ചെയ്യേണ്ടത് എന്താ അറിയോ? വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജി. അനക്ക് ഏതായാലും എന്നോട് ഇഷ്ടമല്ല അല്ലേ, പെരുമാറ്റത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നു. തൽക്കാലം അവിടെ കടന്നു, ഞാൻ വേറെ റൂമിൽ കടന്നോളാം എന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ. ഒരു 4 ദിവസം ഖുർആൻ പറഞ്ഞാൽ ചെയ്യൂടെ നമുക്ക്? ഖുർആൻ പറഞ്ഞാൽ വെറുതെ ഇപ്പം എന്താ വെച്ചാൽ മാനസികമായി യോജിപ്പില്ലാതെ രണ്ട് മനസ്സും കിഴക്കും പടിഞ്ഞാറും കിടക്കുന്നു, ഒരു കട്ടിൽ ഒന്നിച്ച് കിടക്കുന്നു. എന്ത് കാര്യം എന്നാണ് അല്ലേ? മനസ്സേ ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറുമാണ്. രണ്ടാളും കട്ടിൽ ഒരു തലയിണയിൽ ഒരു പുതപ്പിൽ ചേർന്ന് കിടന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് മനസ്സൊന്നാകട്ടെ, അപ്പൊ ഒപ്പം കിടക്കാറാ. വഹ്ജുറൂഹുന്ന ഫിൽ മലാജി. അള്ളാഹ് പറഞ്ഞാണ്, അതിന് കാര്യം ഉണ്ടാവും. അള്ളാഹു പറഞ്ഞതിന് കാര്യം ഉണ്ടാവും. ആ ചെയ്ത് തെറ്റാണോ, എന്തിനങ്ങനെ ചെയ്തു എന്ന് അവൾ തിരിച്ചു ചോദിക്കൂല. ഖുർആനിലെ ആയത്തുള്ള കാര്യമാണ്. പിന്നെ അടുത്തതോ വഹ്ജുറൂഹുന്ന ഫിൽ മലാജി വളരിബൂഹുന്ന. ഒരു രക്ഷിതാവാണ് അയാൾക്ക് അടിക്കാം. എന്ത് ഒരു പ്രതികാരമോ അക്രമമോ ചെയ്യുന്ന രൂപത്തിലല്ലാതെ അടിക്കാം. ദേഷ്യം വരുമ്പോൾ അടിക്കണമല്ല. ദേഷ്യം വരുമ്പോൾ കോപം കൊണ്ട് ചെയ്യുന്ന പൈശാചികമായ അടിയല്ല. ശിക്ഷിക്കാം അവളെ. ആ ശിക്ഷിക്കൽ അർഹമായ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷിക്കാൻ പറ്റും. എപ്പോഴും ഭാര്യയെ തച്ചുകൊണ്ടിരിക്കുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, രാത്രി മുഴുവൻ അവളോടൊപ്പം ഒന്നിച്ച് നീ ഉറങ്ങുന്നു, പകൽ നീ അവളെ അടിക്കുന്നു, നീ എന്ത് മാന്യനാണെന്നാ ചോദിക്കണത്? അത് മാന്യതയുള്ളവർക്ക് യോജിക്കുന്നതാണ്. സഹോദരങ്ങളെ, ശിക്ഷയുടെ രൂപത്തിലും ഭാവത്തിലുമായിരിക്കണം അത് നിർവഹിക്കും.
കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശിക്ഷ കിട്ടാൻ അർഹമാണ് എന്ന നിലക്ക് മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ദേഷ്യം വരുമ്പോൾ അടിക്കുന്നത് ശിക്ഷയായി വ്യാഖ്യാനിക്കുന്നത് ശിക്ഷയല്ല കേട്ടോ. ദേഷ്യവും കോപം വരുമ്പോഴേ കൈ നമ്മളറിയാതെ ചലിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ്. നല്ല സമയത്ത് വിളിക്കുക, എന്തെന്നാണ് ചെയ്തത് കൃത്യമായി ചോദിക്കുക. ചെയ്യാൻ പാടില്ലാത്ത എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പക്ഷെ നീ കേട്ടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ശിക്ഷിക്കുക എന്നല്ലാതെ ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെയോ അവരനുസരിച്ച് വരികയാണെങ്കിലോ പിന്നെ അവർക്കെതിരെ ഒരു നടപടികളും സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനത്തെ ചില മാർഗങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലും നിർദ്ദേശിക്കപ്പെടുന്നു. അത് നമ്മൾ അതുപോലെ എന്ത് ചെയ്യണം, ചെയ്യണം എന്നാണ്. പിന്നെന്താ നിങ്ങൾ പ്രശ്നങ്ങൾ, ആവശ്യങ്ങളാണ്. ഉപഭോഗപരമായ സംസ്കാരം, അത് വാങ്ങില്ല, ഇത് വാങ്ങില്ല, അത് കൊടുന്നില്ല, ഇത് കൊടുന്നില്ല എന്നൊക്കെയാണ് എല്ലാവരും പ്രശ്നം. ഭാര്യനെ പറ്റിയും പറയണം, ഭർത്താവിനെ പറ്റിയൊക്കെയാണ് അങ്ങനെ പറയണം. അള്ളാഹുവിന്റെ റസൂൽ എത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ. അത് നല്ലോണം നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും മനസ്സിലാക്കാം. എന്താണ് അൻ തുതഇമഹ ഇദാ തുഇംത, നീ തിന്നുന്നുണ്ടോ അവൾക്ക് തിന്നാൻ കൊടുക്കണം, അവൾക്ക് തിന്നാൻ കൊടുക്കണം. പിന്നെയോ അതേപോലെ തന്നെ വതക്സുഹ ഇദക്തസൈത, നീ ധരിക്കുന്നുണ്ടോ അവളിൽ ധരിപ്പിക്കണം. നീ നല്ല വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവളിൽ നല്ല വസ്ത്രം ധരിപ്പിക്കണം. നീ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളിൽ നല്ല ഭക്ഷണം കഴിപ്പിക്കണം. വലാ തദ്രിബിൽ വജ്ഹ്, ഒരിക്കലും മുഖത്തടിക്കരുത്, മുഖത്തടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവളെ വീടിന് പുറത്ത് എവിടെയെങ്കിലും നീ ഉപേക്ഷിച്ചിട്ട് പോരുകയും ചെയ്യരുത് എന്നാണ്. സഹോദരങ്ങളെ, പെരുമാറ്റങ്ങളിലും കാര്യങ്ങളും ഈ രൂപത്തിൽ നല്ല ശ്രദ്ധയും നല്ല പെരുമാറ്റവും വേണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ദാമ്പത്യം വായിക്കുമ്പോൾ അവിടേക്ക് 8-9 ഭാര്യമാരുണ്ടായിട്ടും എത്ര സുന്ദരമായിട്ടാണ് സഹോദരങ്ങളെ ആ ജീവിതം കഴിഞ്ഞു പോയത്. അവസാനം എല്ലാ ഭാര്യമാരും സമ്മതിച്ചു എന്ത്, ആയിഷ ബീബിന്റെ വീട്ടിൽ കടന്നോട്ടെ എന്നാണ് മരിക്കുന്ന സമയത്ത് സമ്മതം കൊടുത്തു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര പ്രശ്നങ്ങളുണ്ട് സഹോദരങ്ങൾ, വല്ലാത്തൊരു ബന്ധമായി, വല്ലാത്തൊരു ബന്ധമായി. ഞാൻ പറഞ്ഞ നോക്കങ്ങൾ, ഒരു യുദ്ധം കഴിഞ്ഞ് പോരുമ്പോൾ ആയിഷ ബീബിന്റെ മാല കാണാതെ ആയപ്പോൾ മാല കിട്ടുന്നതിന് വേണ്ടി കാത്തുനിന്നു, വഴിയിൽ കാത്തുനിന്നു, യുദ്ധത്തിന് പോണ ആളുകളെ ഒന്നിച്ച് വഴി തടഞ്ഞു വെച്ചിരിക്കാൻ. ആ സമയത്ത് നമസ്കാരത്തിന് സമയമായി, ആരത്തും വെള്ളമില്ല, എന്ത് ചെയ്യും, നമസ്കരിക്കാൻ എന്ത് ചെയ്യും? ആ സമയത്ത് എന്താണ് കിടക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാണ്. തൊട്ടപ്പുറത്ത് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കാണ്. ആ ദാമ്പത്യം ആരെ അമ്മോശൻ അപ്പുറത്തിരിക്കാണ്. എന്നിട്ട് ആ സമയത്ത് ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഈ ആയിഷന്റെ കാരണം കൊണ്ട് ഇപ്പൊ നമ്മളെ നിസ്കാരത്തിന് സമയം തെറ്റെടുത്തുക കോലെന്നാണ്. അന്നാണ് തയമ്മുവിന്റെ ആയത്ത്, തയമ്മം ചെയ്യാനുള്ള ആയത്ത് അന്ന് ഇറങ്ങിയത്. ആ സമയത്ത് ചരിത്രം പറയുന്നു, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒന്ന് നന്നായി ശക്തിയായി വാപ്പയൊന്ന് നുള്ളി. ആ സമയത്ത് ആയിഷ, ഞാൻ എൻ്റെ കാൽത്തുടകളെ ഇളക്കിയില്ല, കാരണം റസൂലുള്ളാഹി ഉണർന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. സഹോദരങ്ങളെ, രാത്രി സുബൈക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മകളും മരുമകനും കിടക്കുന്ന അറയിൽ പോയി പ്രവാചകൻ മുട്ടും. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് തമാശയായി പറയും, നമ്മളെ റൂഹിനെ കൊണ്ടുപോയ ആൾ തരുമ്പോൾ നമ്മൾ ഉണരുന്നാണ്, തമാശയായി പറയും. ആ രൂപത്തിൽ അത്ര ദാമ്പത്യം. ഒരിക്കൽ റസൂലുള്ളാഹി പോയി തന്റെ 2 കാൽത്തുടകൾ, ഒരു കാൽത്തുട അലി ഇബ്നു അബീ താലിബിന്റെ തുടയിലേക്കും ഫാത്തിമയുടെ തുടയിലേക്കും കയറ്റി വെച്ചുകൊണ്ട് ആ ഇടയിൽ അമ്മോശനും പിതാവും ഇരിക്കുന്ന രംഗം നോക്കൂ സഹോദരങ്ങൾ. എത്ര വലിയ ദാമ്പത്യം. ഇപ്പം തരാം, നമ്മളെ വീടുകളിലൊക്കെ സഹോദരങ്ങളെ അസ്വാസ്ഥ്യങ്ങളാണ്, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. അതാണ്ടാണ് എന്ത്, വീട്ടിൽ ചെന്ന് നോക്ക് നിങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ എന്നാൽ ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് അവർ ഒന്നിച്ച് ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ അസൂയ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാകുന്ന കാലം. എന്തെങ്കിലും ഭാര്യക്കൊരു കാര്യം, ഭർത്താവിനൊരു കാര്യം ഭാര്യ കൊണ്ടേ കൊടുത്താൽ ഉമ്മക്ക് തോന്നുക, ആ ഇനിയിപ്പോ എന്നെ വേണ്ടിയില്ലല്ലേന്ന്, ഇന്നെ വേണ്ടില്ല. ഉമ്മ എന്ന നിലക്കുള്ള എല്ലാ ആദരവുകളും അവന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അത് പോകാൻ തുടങ്ങുകയാണ് എപ്പോ നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ, പ്രതികരിക്കാൻ തുടങ്ങുക പോവുക. 7 ദിവസം വിവാഹം കഴിഞ്ഞവർ സ്വതന്ത്രമായി നിൽക്കാനും അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലും ഇടപെടാതിരിക്കുവാനും റസൂലുള്ളാഹി അനുഭവിച്ചിട്ടുണ്ട്. 7 ദിവസം സുന്നത്ത. കല്യാണം കഴിഞ്ഞവർക്ക് അവരുടെ ആ ആദ്യ നാളുകളെ അനുഭവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? സ്വസ്ഥമായി ആരും ശല്യപ്പെടുത്താതെ ജീവിക്കുക. അത് അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചു കൊടുത്താണ്. അതിപ്പോ ഇപ്പോഴൊന്നും ഇപ്പൊ പോകാനായിട്ടില്ല എന്ന് പറഞ്ഞ് വിലക്കാൻ അവിടെ വാപ്പക്കും മക്കൊന്നും അതിന് വലിയ അവകാശം ഒക്കെ അനുവദിച്ചു കൊടുക്കുക. തന്റെ മക്കൾ ചെറുപ്പകാലത്ത് പന്ത് കൊണ്ട് കളിച്ചപ്പോൾ, അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ കിട്ടിയപ്പോൾ, നമ്മുടെ മക്കൾ സന്തോഷിച്ചപ്പോൾ ദൂരെ നിന്ന് നോക്കി ചിരിച്ച വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്റെ മകൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജീവിതത്തിൽ സൗഭാഗ്യകരമായ ഒരു ജീവൻ നയിക്കുമ്പോൾ അതും നിർവൃതിയോടുകൂടെ നോക്കിക്കാണാനുള്ള വിശാലമായ മനസ്സുമാണ്. അതേപോലെ സഹോദരങ്ങളെ, ഇത്രയും കാലം പാല് തന്ന് ജീവിതത്തിലെല്ലാം തന്ന് തന്റെ ഭാര്യയ്ക്ക് ഇനി ഒരു യുഗാന്തരം തന്റെ കൂടെ ജീവിച്ചാലും തന്റെ ഉമ്മ ചെയ്ത സേവനങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന
ആ മാതാവിനെ ഒരല്പം പോലും അവഗണന തോന്നാത്ത രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുവാൻ മക്കൾക്കും മരുമക്കൾക്കും ആവണം. അങ്ങനത്തെ ഒരു കുടുംബ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വരണം സഹോദരങ്ങൾ. അങ്ങനത്തെ ഒരു ദാമ്പത്യം നോക്ക്. നിങ്ങൾ ഒലുവെടുത്ത് പോകുമ്പോ ഭാര്യയെ ഉമ്മ വെച്ചിട്ടാണ് പോകുന്നത് റസൂലാണ്. ഒലുവെടുത്തിട്ട് നിസ്കാരപ്പായിക്ക് പോലെടുക്കി. അങ്ങനത്തെ ഒരു ഗൃഹാന്തരീക്ഷം എന്ന് വരും നമ്മുടെ നാട്ടിൽ, എന്ന് വരും നമ്മുടെ ചുറ്റുപാടിൽ. അങ്ങനത്തെ ഒരു ഹൃദയ സാമീപ്യം വേണം. ഇപ്പൊ എന്താ നിങ്ങൾ സ്വത്തും സമ്പാദ്യം അങ്ങനെ തന്നെ എല്ലാവരും മനസ്സിൽ. എന്ത് മരുമകൾ വരുമ്പോ എത്ര കൊടുന്നു എന്നാണ് മരുമകൾക്ക് തമ്മിലുള്ള വിഭജനത്തിൽ ഉമ്മാന്റെ പരിഗണന. എത്ര കൊടുന്നു, എവിടുന്ന് വന്നു, അതിലൊക്കെ വല്ല കഥയുണ്ട് സഹോദരങ്ങള്. അതൊക്കെയാണ് ഇപ്പൊ നാട്ടിലെ അവസ്ഥ. എത്ര സൗന്ദര്യമുണ്ട്, എത്ര സൗന്ദര്യമില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾക്ക് നിലവാരവും മഹത്വവും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായ മറുപടി നമ്മൾ പറയേണ്ടി വരും. പണവും ആഭരണങ്ങളും, കഴുത്തിൽ തൂങ്ങുന്ന ആഭരണത്തിനും വാപ്പക്കുള്ള സ്വത്തിന്റെയും മഹത്വം നോക്കിയിട്ട് മാത്രം ആളുകളെ വിലയിരുത്തുന്ന സ്വഭാവം മാറണം. പിന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കല്യാണം കഴിച്ചവർക്ക് നല്ലൊരു ദാമ്പത്യം കഴിയും. അത് കച്ചവടമല്ലേ സഹോദരങ്ങളെ. വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു പശുവിനെ പോലെയോ ഒരു പൂച്ചെടിയെ പോലെയോ അല്ലാതെ എന്താണ് സ്ത്രീധനം കൊടുത്ത് വാങ്ങിയ ഒരു ദാമ്പത്തിന് എന്താ അർത്ഥമുള്ളത്? ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ അവിടെ ചെല്ലുമ്പോഴൊക്കെ കടം വാങ്ങിയതും പലിശക്കെടുത്തിനൊക്കെ കണക്ക് പറയാം. എന്ത് ഇവനെ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്താണ്. അപ്പൊ പത്രത്തിൽ വായിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ദിവസം സ്ത്രീധനത്തിന്റെ പേര് അങ്ങനെയൊക്കെ ഉണ്ടാണ് വിവാഹത്തിന് വല്ല പരിശുദ്ധി ഉണ്ടാവും. ബ്രോക്കർമാർ, യാതൊരു നിലവാരവുമില്ലാത്ത ബ്രോക്കർമാർ ഇടപെട്ടിട്ട് വളരെ താഴ്ന്ന രൂപത്തിൽ കമ്മീഷൻ വാങ്ങി ഉറപ്പിക്കുന്ന ദുഷിച്ച കച്ചവടങ്ങളായി വിവാഹത്തെ കാണുന്നവർക്ക് ഒരു നല്ല ദാമ്പത്യം നയിക്കാൻ പറ്റില്ല. അതൊക്കെ പോയി കണ്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് നല്ല രൂപത്തിലാക്കണം. അപ്പൊ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, നമ്മുടെ ദാമ്പത്യത്തെ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർത്ത് നമ്മൾ എന്ത് ചെയ്യുക, പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യണം, നമുക്കൊക്കെ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാം. ഒരു ഭാര്യ എന്നുള്ള നിലക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഭർത്താവ് നിലക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭാര്യയും ഭർത്താവും ഉദ്യോഗസ്ഥന്മാരാണ്, രണ്ടാളും ഉദ്യോഗസ്ഥന്മാരാണ്. രണ്ടാളും ജോലിക്ക് പോയി വരും. ജോലിക്ക് പോയി വന്ന് 5:30 മണിക്ക് രണ്ടാളും വീട്ടിലെത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, അപ്പുറത്തെ കസേരയിൽ നിന്ന് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കൊണ്ടുപോകാന്നാ പറഞ്ഞു. ഭാര്യ പറയുന്നു, ഞാനും നിങ്ങളും ഒരേ മാതിരിയല്ലേ ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുന്നത്, ആ പണി നിങ്ങൾക്ക് എനിക്ക് തരാലോ എന്നാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു കുടുംബത്തിൽ കഴിഞ്ഞു പോകാൻ പറ്റും സഹോദരൻ, കഴിഞ്ഞു പോകാൻ പറ്റും. വീടിന്റെ ചെലവ് പറയണം, ഏത് കണക്ക് പറയണം, അരി വാങ്ങണം, മുളക് വാങ്ങണം, ഒക്കെ വാങ്ങണം. അപ്പോ ഭർത്താവ് പറയണം എന്ത് അണക്കും വരുമാനല്ലേ, അണക്ക് കൊടുക്കാനൊരു സംഖ്യ, അത് അയാൾക്കും പറയാൻ പറ്റൂല. ഇതിനൊക്കെ നിയമമുണ്ട് സഹോദരങ്ങളെ. അവളുടെ പണം അവളുടെ പണമാണ്, അതയാൾക്ക് സ്വതക്കയായി അവൾക്ക് കൊടുക്കുക. വേണമെങ്കിൽ കടം കൊടുത്താൽ തിരിച്ചയാൾ കൊടുക്കും വേണ്ടി വരും. അത്രേ പെണ്ണിന്റെ സ്വത്തിൽ ഭർത്താവിന് അവകാശമുള്ളൂ. അറിയോ, പെണ്ണിന്റെ സ്വത്തിൽ അത്രേ ഭർത്താവിന് അവകാശമുള്ളൂ. TTCയും B.Edും വില പറഞ്ഞ് വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് ആ വരുമാനത്തിന് അവകാശമില്ല. തിരുവള്ളവരെങ്കിൽ ഉണ്ടെങ്കിൽ തരാം, നമുക്കല്ലേ അവൾക്ക് പൈസ ഉണ്ടെങ്കിൽ തരണ്ടേന്ന് പറയാൻ പോകും. പക്ഷെ തന്നാൽ കടമാണോ ചോദിക്കുക. 500 ഉറുപ്പിക എടുത്തിട്ട് ഭാര്യ അവളുടെ വാനിറ്റി ബാഗ് നിർത്തി വരുമ്പോൾ ഭാര്യയോട് ചോദിക്കുക, കടമാണോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം, സ്വതക്കയാണോ സ്വീകരിക്കാം. അത്രേ ഉള്ളൂ, അത്രേ അതിൽ അവകാശമുള്ള നമുക്ക് സ്വത്തിന് കാര്യത്തിൽ അവകാശം. സഹോദരങ്ങൾ ഡ്യൂട്ടി ഇല്ല എന്നുള്ളൂ. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്ക് ചില ഡ്യൂട്ടി ഉണ്ട്, അത് അവൾ തന്നെ നിർവഹിക്കണം, അത് അവൾ തന്നെ നിർവഹിക്കണം. ഭർത്താവ് എന്ന നിലയ്ക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ടോ അതാണ്. ഈ ഉത്തരവാദിത്തം ആർക്കാന്ന് അറിയാത്തതാണ് പ്രശ്നം, അത് മനസ്സിലാക്കാം. വീടിന്റെ കാവൽക്കാരി ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട കുടുംബത്തിന്റെ കുടുംബിനിയാണ് ഭാര്യ. അവിടെ ഭക്ഷണം സാധനങ്ങൾ ഉണ്ടായിട്ടും ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നാലും അതിന്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. രോഗമാണോ ബുദ്ധിമുട്ടാണോ അത് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി അവൾക്കതിന് ഉത്തരവാദിത്തം. വേലക്കാരിയല്ല, അവളുടെ ഉത്തരവാദിത്തം പവിത്രമായ ഉത്തരവാദിത്തം നിർവഹിക്കുക. പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവൻ അവിടെ സമൂഹത്തിന്റെ വേലക്കാരനല്ല, അയാളൊരു സേവകനാണ്. എന്ന പോലെ വീട്ടുവേലയെടുക്കുന്ന സ്ത്രീകൾ വേലക്കാരികളല്ല, അവളുടെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അശ്രദ്ധ മൂലം വിശന്ന് വൈകുന്നേരം വരെ കിടക്കേണ്ടി വന്നാൽ ഉമ്മയോട് ചോദിക്കും, അത് ശ്രദ്ധിക്കേണ്ടവൾ ഉമ്മയാണ്, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നവൾ ഉമ്മയാണ്. കുട്ടിക്ക് സമയത്ത് ഭക്ഷണം കിട്ടാതിരുന്നാൽ അവൾക്ക് വസ്ത്രം കൊടുക്കേണ്ടവൻ, ഭക്ഷണം കൊടുക്കേണ്ടവൻ, അരി എത്തിക്കേണ്ടവൻ അതാരാണെന്നറിയോ? ഭർത്താവാണ്. അയാൾ ഇറങ്ങിപ്പോകുക, ഭക്ഷണത്തിനൊന്നും ഇല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോയി സംഘടിപ്പിക്കും. അതല്ല, അത് അയാളുടെ ഡ്യൂട്ടിയാണ്, അത് അയാൾ നിർവഹിക്കണമെന്നാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും ഒന്നിച്ച് ചെന്നു റസൂലുള്ളാഹിന്റെ വീട്ടിൽ. എന്താ ചെന്നേരങ്ങള്, എന്തോ കുറച്ച് അടിമകൾ അവിടെ വന്നിട്ടുണ്ട്, അപ്പൊ ഒരു അടിമനെ വാങ്ങി പോരാന്ന് ചോദിച്ചു. ഫാത്തിമാബിന്റെ കൈയൊക്കെ അരച്ചിട്ട് ആകെ എന്താ അരച്ചതിന്റെ പരമായിട്ട് ആകെ കയ്യും വെക്കെന്തിട്ട് ചൊറി വന്ന് പിന്നെ തോലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അന്ന ഫാത്തിമ താത്തത്തിന്റെ നബിയ നബിന്റെ അടുക്ക ചെന്നു. തഷ്കൂ ഇലൈഹി, നബിയോട് ആവലാതിപ്പെട്ടു. എന്താണ്? അരച്ചിട്ടേ കയ്യുമ പറ്റിയിട്ടില്ല പിന്നെ മുറിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു.
വതസ്അലുഹു ഖാദിമതൻ, ഒരു വൃത്യനെ, ഒരു വേലക്കാരനെ റസൂലെ ഞങ്ങൾക്ക് അയച്ചു തരണം വാപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലണത്. അപ്പൊ നബി പറഞ്ഞു കൊടുക്കുകയാണ് എന്താ എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഉപദേശമാണ്. എന്ത്? വീട്ടിൽ അതില്ല ഇതില്ല, ജോലിക്കാളില്ല, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിൽ അടിമകളുണ്ട്, വേണമെങ്കിൽ കൊടുത്തയക്കാം. സഹോദരങ്ങൾ, റസൂലുള്ള പറഞ്ഞ മറുപടി കേൾക്കൂ നിങ്ങൾ. അലാ അദുല്ലുകുമാ അലാ മാ ഹുവ ഖൈർ, ഞാനൊരു അടിമയെ തന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ ആളെ നിശ്ചയിക്കുന്നതിനേക്കാളും ഖൈറായ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താണത്? മിമ്മാ സഅൽതുമാ, നിങ്ങൾ രണ്ടുപേരും ചോദിച്ചതിനേക്കാൾ ഉത്തമമായത്. ഇദാ അഹത്തുമാ മലാജിഅകുമാ, നിങ്ങൾ രണ്ടാളും രാത്രി ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഫസബ്ബിഹാ 33 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. എന്ത് ബന്ധാണ് ഈ ചോദിച്ചതും പറഞ്ഞതും തമ്മിലുള്ളത്? അല്ലെ, അടിമനെ ചോദിക്കാനാ ചെന്നത്. പഠിപ്പിച്ചെടുക്കണതോ രാത്രി ഉറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 വട്ടം പറയാം. പിന്നെയോ അതേപോലെ തന്നെ വഹ്മിദാ 33, അൽഹംദുലില്ലാഹ് 33 വട്ടം പറയാം. വകബ്ബിറ 34 വട്ടം അല്ലാഹു അക്ബർ എന്നും പറയാം. 100 ആയില്ലേ? അങ്ങനെ 100 താക്കാം. എന്നിട്ട് പറഞ്ഞു ഫവ ഖൈറുൻ ലകുമാ മിൻ ഖാദിമിൻ, ഒരു വൃത്യനേക്കാളും നിങ്ങൾക്ക് നല്ലത് അതാകുന്നു. ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. സഹോദരങ്ങളെ, ഒരു പെണ്ണ് അവൾ ചെയ്യേണ്ട ഡ്യൂട്ടി അവൾ തന്നെ ചെയ്താലേ അവൾക്കൊരു ഉമ്മയാകാനും ഭാര്യയാകാനും പറ്റുള്ളൂ. അതിനാളെ വെക്കരുത്. ഞാൻ പറഞ്ഞു, ജോലിക്ക് ആളെ വെക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കേണ്ടത് വേലക്കാരിയല്ല, നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കേണ്ടതും നിങ്ങളുടെ മക്കളുടെ വസ്ത്രം അലക്കേണ്ടതും നിങ്ങളുടെ പിഞ്ചോമന പൈതങ്ങളെ കുളിപ്പിക്കേണ്ടതും സഹോദരിമാരെ നിങ്ങളാണ്. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥകളാകട്ടെ, നിങ്ങൾ നാട്ടിന്റെ രാജാക്കന്മാരാകട്ടെ, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് നിങ്ങൾ വിസ്മരിച്ചാൽ നിങ്ങൾക്ക് ഉമ്മയാകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഭാര്യയാകാൻ പറ്റില്ല. നിങ്ങൾക്കൊരിക്കലും ഒരു മാതൃത്വത്തിന്റെയോ ഒരു ഭാര്യയുടെയോ ഗുണവിശേഷണം സൂക്ഷിക്കാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് സ്നേഹത്തോടുകൂടെ ഉണ്ടാക്കിയ ഭക്ഷണം എന്ത് ചെയ്യുക, ഭർത്താവിന് മുമ്പിൽ കൊടുക്കുന്ന ഒരു സംതൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള പ്രശ്നം അങ്ങനെ ചെയ്യാൻ പറ്റും. സഹോദരങ്ങളെ, വേലക്കാരൻ നിശ്ചയിച്ചു പറഞ്ഞു, വേലക്കാരന് അത്യാവശ്യം രോഗങ്ങളോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചെയ്യണം. നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ വേലക്കാരൻ നിശ്ചയിക്കട്ടെ. ജോലി ഉണ്ടാകട്ടെ, പ്രശ്നമുണ്ടാകട്ടെ, അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ അവർക്ക് കഴിയണം. അപ്പോഴോ അതേമാതിരി ഭർത്താവ് അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പോകണമെന്നുള്ളതാണ്. ഗൾഫിൽ പോകുന്ന ആളുകളൊക്കെ ഗൾഫിൽ പോവുക, ജീവിതത്തിലെ കടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആൾക്കാർ പോകുന്നു, നമ്മൾ എതിർപ്പല്ല. പക്ഷേ ഭാര്യ സുരക്ഷിതയായിരിക്കണം. ജീവിതത്തിൽ അയാൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇയാൾ പോയാൽ അവൾക്ക് വേറൊരു വിവാഹം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇയാൾ പോയി കഴിഞ്ഞാലും കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. നമ്മുടെ ജോലികളും നമ്മുടെ ഡ്യൂട്ടികളും സഹോദരങ്ങളെ കൃത്യമായി ചെയ്യണം. ഒരു സ്ത്രീയിൽ അനിവാര്യമായും മുണ്ടേറ്റിരേണ്ട കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവും വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടെ ശരീരം സൂക്ഷിക്കുക എന്നുള്ളതിന്. വിവാഹം കഴിഞ്ഞ ആളുകളോട്, അല്ലാത്തവരോടും ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ അവസാനം വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ, ഒരു വലിയ ഉത്തരവാദിത്തം വിവാഹത്തിന്റെ പിറ്റേന്ന് വന്നു. അവളെ സൗന്ദര്യം പിന്നെ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് കരാറാണ്, അള്ളാഹുമായിട്ടുള്ള കരാറാണ്. കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ആ സൗന്ദര്യം. അതിന് മുന്നേ കാണിച്ചു കൊടുക്കാൻ പറ്റും, അത് ഇസ്ലാമികമായി തെറ്റാണ്. പക്ഷെ വിവാഹ ജീവിതത്തിൽ ഒരിക്കലും അത് പറ്റും. വിവാഹ ജീവിതം ശരീരം, അവളുടെ ശരീരം അവൾ സൂക്ഷിക്കണം. ഭർത്താവ് വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ സ്വത്ത് സംരക്ഷിക്കണം. സദ്വൃത്തകരായ സ്ത്രീകൾ എന്ന് വെച്ചാൽ അനുസരണയുള്ള പെണ്ണുങ്ങളും അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ വഞ്ചിക്കാത്തവരുമാണ്. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന സ്ത്രീകൾ നല്ലവരല്ലാന്ന്. എന്താ ഭർത്താവിനെ വഞ്ചിക്കാന്ന് പറഞ്ഞാൽ, സഹോദരിമാരെ, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്ക് ആഗ്രഹത്തോടെ നോക്കാൻ ഭർത്താവിന് മാത്രം അവകാശം. അത് വേറൊരാൾ കാണണമെന്ന് വിചാരിച്ച് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ ചതിച്ചിരിക്കുന്നു. ആരെ? ഭർത്താവിനെ ചതിച്ചിരിക്കുന്നു. ഖുർആനാ പറയണത്. അദൃശ്യമായി അത് മറച്ചു വെക്കാം. തൽക്കാലൊക്കെ ഉണ്ടാവും, പക്ഷെ ആവശ്യം വരുമ്പോൾ ദേഹത്തു നിന്ന് വസ്ത്രം ഒഴിവാക്കുന്ന സമ്പ്രദായം അത് ഉണ്ടാകാൻ പാടില്ല എന്ന്. അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം, കടമ. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ചാരിത്രം അവൾ കാത്തു സൂക്ഷിക്കണം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വേറൊരാൾ കാണാൻ പറ്റും. അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പറ്റുള്ളൂ. സൗന്ദര്യം അണിയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ് മൈലാഞ്ചി, അതിന്റെ നിറം ഇഷ്ടമാണ്, മണം ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യും, പിന്നെ പറയും, ഞാൻ ആർത്തവകാരിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ മൈലാഞ്ചി ഇടും. എന്തിന്? ആ സമയത്ത് പ്രവാചകന്റെ നിറം കാണും, നിറത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാറുണ്ടെന്ന്. അങ്ങനെ ഹദീസ് കാണാൻ പറ്റും. ഇഷ്ടമുള്ള അണിഞ്ഞൊരുങ്ങി ഏറ്റവും മനോഹരിയായ
ഒരു സുന്ദരിയായി ഭർത്താവിന്റെ കിടപ്പറയിലാണ് അവളെ കാണുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച സ്ത്രീകളെ ഒരുപക്ഷെ വേശ്യകളെന്ന് വിളിച്ചാലും തെറ്റില്ലെന്നാണ് പ്രവാചകന്റെ വചനങ്ങളിലെ പ്രയോഗങ്ങൾ. സഹോദരങ്ങൾ, അത്ര ഗൗരവത്തോടെ അത് കാണും. ഇതൊക്കെ വലിയ ഗൗരവമുണ്ട്. എന്നാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സൗകര്യമുള്ള സ്വീകരിക്കുക, സൗകര്യമില്ലാത്ത ഒഴിവാക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കടമ അതാണ്. രണ്ടാമത്തെ ഒരു കടമ പറയാനുള്ളത് എന്താണ് സഹോദരങ്ങൾ, നിങ്ങൾ ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഭാര്യക്ക് ഭർത്താവ് എന്ന നിലക്ക് ഞാനല്ലാതെ വേറെ ഇല്ല. അതേപോലെ തന്നെ എനിക്ക് ഭാര്യ എന്ന നിലക്ക് അവളല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവ് നിന്ന് എന്തൊക്കെ കിട്ടണോ, അതിൻ്റെ നിന്ന് കിട്ടണം. ഒരു ഭാര്യയിൽ നിന്ന് എന്തൊക്കെ കിട്ടണോ അതൊക്കെ എന്ത് ചെയ്യണം, അവളിൽ നിന്ന് എനിക്ക് കിട്ടണം. അത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങൾ ജീവിതം അതിൻ്റെ റൂട്ട് തെറ്റും, ലൈന് തെറ്റും, വഴിവിട്ടു പോകും. അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ ഒരു വലിയ സംഘടനം ഉണ്ടായാൽ പോലും വിശുദ്ധിക്ക് വേണ്ടി വേറെ മാർഗം ഭർത്താവ് സ്വീകരിക്കേണ്ടി വരും. അയാളെ തടയാൻ പറ്റില്ല. പടച്ചോനത്തിന് ന്യായം ഉണ്ടാവും. പടച്ചോനത്തിന് ന്യായം. ബഹളത്തിലും പ്രശ്നത്തിലും കിടക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ സഹോദരങ്ങളെ ഒരിക്കലും ശാരീരികവും മാനസികവുമായ ബന്ധം നേരെ നടന്നു പോവില്ല. നിങ്ങൾക്ക് അറിയോ, ഹജ്ജിന്റെ സമയത്ത് എന്തിനാ മുത്തഹത്തിന്റെ ഹജ്ജ് അനുഭവിച്ചത്? ഉംറ കഴിഞ്ഞ് തഹല്ലുലാകാ, പിന്നെ ഹജ്ജിന് വേറെ ഇറാൻ കെട്ട ഒരു മാസം അവിടെ പറക്കുമ്പോൾ എന്തിനാ അനുവദിച്ചത്? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ആ ഒരു മാസം ഇഹ്റാമിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഞങ്ങൾ വൈകാരികമായ കാര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി പോകുന്ന. അള്ളാഹ് അവിടെയും കൂടി പരിഗണിച്ച്, എവിടെ ഉംറ കഴിഞ്ഞ് തഹല്ലുലൈക്കോ, പിന്നെ ഹജ്ജ് വരുമ്പോൾ വേറെ ഇഹ്റാം ചെയ്താൽ മതി. എന്നിട്ട് ആഴ്ചകളും മാസങ്ങളും തെറ്റി നടന്ന് വീട്ടിൽ പ്രശ്നങ്ങളുമായി നടക്കുന്ന ഒരു ദാമ്പത്യത്തിൽ ഒരുപക്ഷെ ഭർത്താവ് വേറെ ചിന്തിച്ചാൽ, ഭാര്യ വേറെ ചിന്തിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടിയും തമ്മിൽ ഏറ്റെടുക്കേണ്ടിരുന്നാണ്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു സന്തോഷം, ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ അനുഭവവും എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് കിട്ടുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുക. ഖൈറുൻ നിസാ, നല്ല സ്ത്രീ ആരാ? നല്ല സ്ത്രീ ആരാ? റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഇദാ നദർത ഇലൈഹാ, നീ അവരിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇദാ അമർതാ അതാഅത്ക, നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും. സഹോദരിമാരെ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാലേ പിന്നെ അതിനൊരു താമസവും ഇടവേളയും ചോദിക്കല്ല. അപ്പണ് വരണം എന്നാണ്. അതൊന്നും മടിമത്തമല്ല. അങ്ങനെ വിളിച്ചു വരുന്നില്ലെങ്കിൽ അവിടെ മതപരമായ ഒരു ലംഘനം നടന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ കാരണം അയാളെ ബോധ്യപ്പെടുത്തണം. അതൊക്കെ ഇസ്ലാമികം തന്നെയാണ്. അങ്ങനെങ്കിലേ നടന്നു പോകുള്ളൂ. പിന്നെയോ അയാള് വീട്ടിൽ നിന്ന് നിന്റെ കൂടെ അയാളില്ലാത്തപ്പോ അയാൾ ഉണ്ടാകുമ്പോ എങ്ങനെയാണോ നീ സൂക്ഷിക്കുക, അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അയാൾ നിന്റെ കൂടെ അല്ലാത്തപ്പോൾ അയാൾ ഉണ്ടാകുമ്പോ എങ്ങനെയൊക്കാരോ അങ്ങനെ തന്നെ ആകാൻ പറ്റുള്ളൂ. എന്തൊരു നല്ല ഉപദേശമാണ്, സമ്പൂർണമായ ഉപദേശം. സഹോദരങ്ങളെ, സ്വർഗ്ഗം കിട്ടും, വെറുതെ അല്ല, സ്വർഗ്ഗം കിട്ടും. ആ രൂപത്തിൽ അനുസരണയുള്ള, അല്പം വിട്ടുവീഴ്ചയുള്ള, ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കരുത്. എൻ്റെ വാപ്പയാരാ, എൻ്റെ അമ്മയാരാ, ഞാൻ ഏത് തറവാട്ടിൽ നിന്നാണ് വന്നത്, കല്യാണം കഴിക്കുമ്പോൾ എത്രയെ കൊടുത്തത്, അതൊക്കെ ആലോചിച്ചിട്ടാണ് ഭർത്താവിനോട് പെരുമാറുന്നത്. അപൂർവം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ചില ആൾക്കാരെ വാക്കും പ്രവർത്തനം കേൾക്കുമ്പോൾ നമ്മളത് കേട്ടുപോകും. വീട്ടിൽ അന്യ ആളുകൾ വന്നാൽ പോലും സംസാരത്തിൽ നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന സഹോദരിമാരെ കാണാൻ പറ്റും. സ്വർഗം കിട്ടണോ? ഇതാ സ്വല്ലത്തിൽ മർഅതു ഹംസഹ, 5 നേരം നിസ്കരിക്കുക. ഉമ്മമാരെ, സഹോദരിമാരെ, 5 നേരം മുടങ്ങാതെ നിസ്കരിക്കുക. സ്വർഗം കിട്ടാനുള്ള പരിപാടിയാണ് പറഞ്ഞത്. വസ്വാമത്ത് ശഹ്റഹ, 1 മാസം നോമ്പ് നോക്കുക. വഹഫിലത്ത് ഫർജഹ, മുഖ്യസ്ഥാനം സൂക്ഷിക്കുക. നോക്കി നിങ്ങള് പിന്നെ ഇടങ്ങനെ കൂടി വരികയാണ്. നിസ്കാരം കുഴപ്പമില്ല അല്ലെ, എല്ലാവരും വീട്ടിൽ നിസ്കാരപ്പായുണ്ട്, ബാങ്ക് കൊടുക്കണ കേട്ടാമായി നിസ്കാരം നേടി. പിന്നെ രണ്ടാമത്തെ നോമ്പാണ്. 1 മാസം നോമ്പ് കൊടുക്കാൻ സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പോയ നോമ്പ് നോറ്റ് വീട്ടാനും നോമ്പ് അനുഷ്ഠിക്കണമെങ്കിലും ഒക്കെ വിഷമം തന്നെയാണ്. കാരണം ജോലികളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് നോൽക്കുക. മൂന്നാമത്തെ കുറച്ച് ബുദ്ധിമുട്ട്, മുഖ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുക. മറക്കുക. മാറിന്റെ ആകാരങ്ങളോ ആകൃതികളോ കാണരുത്. വേറല്ലോര് ദേഹത്തൊരിക്കലും ഒട്ടിച്ചേരുത്. പർദ്ദ കൊണ്ടുള്ള ആഭാസങ്ങൾ നമ്മുടെ സ്ത്രീകൾ തുടങ്ങി കഴിഞ്ഞു. ഒക്കെ ദേഹത്ത് ഒട്ടിച്ചേർന്ന് ദേഹത്തിന്റെ ഉടലും രൂപഭാവങ്ങളും വേറൊക്കെ കാണുക. സഹോദരങ്ങൾ, ഒരുപക്ഷെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നതിനേക്കാളും തന്നെ അർദ്ധനഗ്നയായി കാണാൻ സഹായകമാകുക പർദ്ദ കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പർദ്ദ ധരിക്കുന്ന ആൾക്കാർ ഇപ്പൊ എല്ലാവരെയും പറ്റില്ല. പർദ്ദ തന്റെ സൗന്ദര്യ പ്രകടനത്തിന് ഏറ്റവും നല്ലൊരു മാധ്യമമാണെന്ന് വിചാരിക്കുന്ന അപൂർവ സ്ത്രീകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരെയും പറ്റില്ല. അങ്ങനെ ഉണ്ട്. ഒന്നത്. പിന്നെ പറഞ്ഞു ഭർത്താവിനനുസരിക്കും ചെയ്താൽ കീലലഹ, അവളോട് നാളെ പരലോകത്ത് നിന്ന് പറയപ്പെടും അത്രേ, ഉദ്ഖുലി അൽ ജന്ന,
സ്വർഗത്തേക്ക് കേറിക്കോ. മിൻ ഐ അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നിനക്ക് ഏത് സ്വർഗത്തിന്റെ വാതിലാണോ നിനക്കിഷ്ടം, ആ വാതിലിലൂടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നാണ് സഹോദരൻ. എത്ര നല്ല, ഞാൻ ഈ പറഞ്ഞമാതിരി ഒരു നല്ല ദാമ്പത്യവും കിട്ടും, സ്വർഗവും കിട്ടും. അല്പം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയാൽ എന്താ സഹോദരൻ പറഞ്ഞത് അനുസരിക്കുക, ആരാഗ് നിർവഹിക്കുക. ഭർത്താവിന് ഏറ്റവും അധികം സന്തോഷം നമ്മളെ കാണുമ്പോൾ ആവുക. അങ്ങനെ കാക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലത്, നമ്മുടെ ജീവിതത്തിന് നല്ലത്, നാളെ പരലോകത്തേക്കും നല്ലത്. എന്തിന്റെ പേരിൽ അതൊക്കെ ഉടക്കി നിൽക്കണമെന്ന് നമ്മളൊക്കെ ആലോചിച്ചാൽ മതി. ചെറിയൊരു കിബിറ്, ചെറിയൊരു മനസ്സിന്റെ സങ്കുചിതത്വം, ചെറിയൊരു താല്പര്യം, എന്നോ പറഞ്ഞു പോയൊരു വാക്ക്, പ്രവൃത്തി, ഇതൊക്കെയാണ് നമ്മൾ. അതേപോലെ ഭർത്താക്കന്മാർക്ക് കടമുണ്ട്, ഭർത്താക്കന്മാർക്ക് നല്ല കടമുണ്ട് സഹോദരങ്ങളെ. ഇന്ന അഹക്ക ശുറൂത്ത് അൻ തുഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്, വിവാഹത്തിലൂടെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടു എന്നത് തന്നെ എല്ലാ ബാധ്യതകളും നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ നിമിത്തമാകുന്നതാണ്. ഒരു സ്ത്രീയെ, ഒരു അന്യ സ്ത്രീയെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നു എന്ന ഒറ്റ കാരണത്താൽ ആ സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറുവാനും ഏറ്റവും വലിയൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് അനുവദനീയമാവുള്ളൂ അല്ലെ. അത്രയും വലിയൊരു കരാർ ഉണ്ടാവുകൊണ്ടാണ് അത് അനുവദനീയമായത്. അതുകൊണ്ട് അത് അനുവദനീയമാക്കാവുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന നിലക്ക് തന്നെ വലിയ ഉത്തരവാദിത്വം ഒരു സ്ത്രീയോട് പെരുമാറുന്നതിൽ ഒരു പുരുഷനുണ്ടെന്നാണ് സഹോദരങ്ങൾ. അവൾ എപ്പോഴെങ്കിലും ഒന്ന് വേദനിച്ചാൽ നമ്മളെ കാരണം കൊണ്ട് നമ്മോട് ചോദിക്കും, അത് ചോദിക്കാതെ അത് ന്യായമായും നമ്മുടെ അപാകത കൊണ്ടാവാൻ പറ്റൂല. പരസ്പരം ന്യായങ്ങൾ പറഞ്ഞിട്ടല്ല, ഇത് യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കും. അവളുടെ പരലോകത്ത് ഏതെങ്കിലും ഒരു നന്മയ്ക്ക് നമ്മളെ കൂടെ തടസ്സം വരാം. നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ, തടസ്സം വരും. ഒരു പെണ്ണിന്റെ ദീനിന് നമ്മളെ കൂടെ തടസ്സം വരും. സുന്നത്ത് നോമ്പ് കൊടുക്കണേ ഭർത്താവിന് അനുവാദം വേണമെന്നാണ്. ഒരു ഭർത്താവ് ഒരു കാര്യത്തിന് പോണ്ടാന്ന് നിർബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിത്തീരും. അങ്ങനെ എത്രയോ അവസരങ്ങൾ നമ്മുടെ ഭാര്യമാർക്ക് നിഷേധിക്കപ്പെട്ടോ അല്ലേ. ഇപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിന് നമ്മൾ പോരുമ്പോ നീ പോരൊന്നും വേണ്ട, നമ്മളങ്ങനെ ഖുർആൻ ക്ലാസ്സും കേൾക്കണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ വലിയൊരു തെറ്റന്നെയാണ് ചെയ്ത്, സംശയമൊന്നുമില്ല കാര്യം. നമ്മളെ കൊണ്ട് നമ്മുടെ അധികാരങ്ങളും നമ്മളോടുള്ള ബഹുമാനവും അവർക്ക് നന്മ തടയാൻ കാരണമായി കൂടെ എന്നുള്ള ഏറ്റവും ശ്രദ്ധിക്കുക. അതേമാതിരി ഉത്തരവാദിത്വം നിർവഹിക്കുക. ഉമ്മു ദർദാ പറഞ്ഞത്, ഞാൻ ആർക്ക് വേണ്ടിയാ കുളിക്കണ്, ഞാൻ ആർക്ക് വേണ്ടിയാണ് മുടി വാരുന്നത്, ആർക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത്. മൂപ്പർക്ക് എപ്പോഴും നിസ്കാരാണ്, രാത്രി നിസ്കാരം, പകൽ നിസ്കാരം, എപ്പോഴും നിസ്കാരം എന്ന് ചോദിച്ച പോലെ സഹോദരങ്ങൾ, അങ്ങനത്തെ അവസ്ഥ എന്താണ്? നമുക്ക് ജോലി ഉണ്ടാവും, തിരക്കുണ്ടാവും, കച്ചവടം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാറ്റിൻ്റെയും ഇടയിൽ അവർക്കുള്ള സമയം ഏതാണോ അത് അനുവദിച്ചു കൊടുക്കുക. പക്ഷെ എല്ലാ സമയവും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതിന് സമയമുണ്ട്, ആ സമയവും സന്ദർഭങ്ങളും ഇടപെടണം, അത്രേ ഉള്ളൂ. ഒരു ഭർത്താവ് വീടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടി മാത്രം നിൽക്കണം എന്ന് പറയാൻ പറ്റും. അയാളുടെ വ്യവഹാരങ്ങളുണ്ട്, കച്ചവടങ്ങളുണ്ട്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം, ഇതൊക്കെ നിർവഹിക്കണ്ടേ? അതൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഉള്ളൊരു സാവകാശവും സ്വാതന്ത്ര്യവും വരും. ആകെ ഒരൊറ്റ വിചാരണയുള്ളൂ വീട്ടിൽ. എന്താ വിചാരണ? എവിടുക്കാ പോയത്, എന്താ നേരം വൈകിയത്? സഹോദരങ്ങളെ, നമ്മുടെ ഭർത്താവ് കള്ള് ഷാപ്പിലായിരുന്നു, അത് ഓവുപാലത്തിലായിരുന്നു, ബസ് സ്റ്റോപ്പിലായിരുന്നു, അല്ല, അയാൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയി. പക്ഷെ ആ നല്ല കാര്യം ചെയ്യാൻ വരുമ്പോഴും രാത്രി സമയത്ത് വീട്ടിലെത്തുന്നു, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റും. നിങ്ങൾ എവിടെ ഇരുന്നു? കുട്ടി നോക്കാൻ ആളിനല്ല, കുട്ടി നോക്കേണ്ടത് അവൻ തന്നെയാണ്. ഭർത്താവ് നോക്കാമല്ല, ഭർത്താവിന് നോക്കാം, വീട്ടുജോലികളൊക്കെ ചെയ്യാം, എല്ലാത്തിലും സഹകരിക്കാം. പക്ഷെ എല്ലാറ്റിലും സഹകരിക്കുമ്പോൾ എന്ത് തരും? അവനും ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യവും ഭാരവും അവർ ഏൽക്കേണ്ടി വരും. വീട്ടിലാകുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പോലെയല്ല, എല്ലാം ഒഴിവാക്കി അതൊക്കെ ചെയ്യാൻ വേണ്ട കാര്യം. ഓരോന്നിന്റെ സമയവും സന്ദർഭവും നോക്കി അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകുന്നതാണ്. നോക്ക് നിങ്ങൾ, നീ ദീനിന്റെ പ്രബോധന രംഗം വേണമെങ്കിൽ തൽക്കാലം ആണ് വിടിയും, ബാക്കി നോക്കി നിങ്ങൾ അല്ലെ. കച്ചവടക്കാരനായ ഭർത്താവിനെ എപ്പോഴും വീട്ടിലുണ്ടാണെന്ന് നിർബന്ധിച്ചാൽ രാത്രി 8:30 ആകുമ്പോൾ വീട്ടിലെത്തണമെന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ അല്ലെ, രാവിലെ 9:45 പോകാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എന്താ കാരണം? വീട്ടിൽ കുട്ടീനെ എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, ജോലിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറയും. അതാരും പറയണ്ട, ഒരൊറ്റ സ്ത്രീയും പറയണ്ട നമ്മുടെ നാട്ടിൽ. കച്ചവടത്തിന് വേണ്ടി പോകുന്ന ആളോട്, ഗൾഫിൽ പോകുന്ന ആളോട് നിങ്ങൾ പോയാൽ ഞാൻ എന്താ കാട്ടെ ചോദിക്കണില്ല. കാരണം അയാൾ സാമ്പത്തികമാണ് കൊണ്ടും. എന്നാൽ ദീനിന്റെ കാര്യങ്ങളിൽ അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാൽ പലപ്പോഴും നമ്മുടെ സഹോദരിമാർ പറയും, എങ്ങിട്ടാ പോണേ, എന്താ പോണത്, ഒരിക്കൽ എപ്പോഴും അവിടെ ഉണ്ടാകില്ല എന്നൊക്കെ ചോദിക്കും. സഹോദരങ്ങളെ, അൽ അതുല്ലുക്കും അല തിജാറത്തിൻ തുഞ്ചീക്കും പിന്നെ അതാബിലും, രണ്ടും കച്ചവടം തന്നെയാണ്. ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കച്ചവടം, ഒന്നോ ദുര്യാവിന്റെ ദുരിതങ്ങളിൽ നിന്ന് നീങ്ങാനുള്ള കച്ചവടം. രണ്ട് കച്ചവടത്തിന് സമയം വേണം, മെനക്കെട് വേണം. വിചാരിച്ച സമയത്ത് ഉണ്ടാകാൻ പറ്റൂല, വിചാരിക്കാത്ത സമയത്ത് പോകേണ്ടി വരും, വിചാരിച്ചതിനേക്കാൾ നേരത്തെ ചിലപ്പോൾ എത്തിന്ന് വരും. ചിലപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളോട് കൂടെ നമ്മൾ സഹകരിച്ചാൽ എന്തുണ്ടാവുന്ന അറിയോ? നിങ്ങളുടെ ഭർത്താവ് ദീനിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ല വാക്ക് പറഞ്ഞ് അയാൾക്ക് മഞ്ഞ് കൊള്ളാതിരിക്കാൻ തലയിലേക്ക് തൊപ്പിയും അതേപോലെ തന്നെ കാല് മണൽ തട്ടാതിരിക്കാൻ ചെരുപ്പ് എടുത്ത് കൊടുത്തിട്ട് പോയി വരിയെന്ന് പറഞ്ഞാൽ പോയിന്റെ ഒരു കൂലി നമുക്ക് കിട്ടും.
അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക, ഓക്കെ എന്തായാലും നടക്കുകയും ചെയ്യും, ആ കൂലി നമുക്ക് കിട്ടൂല. അതാ കാര്യം. നല്ല നിലക്ക് പറഞ്ഞാച്ചാൽ ഒരാൾ രാത്രി സമയത്ത് ഉറങ്ങുമ്പോൾ അയാൾക്ക് കുട്ടികളെയും ഭാര്യനൊക്കെ ഓർമ്മ വന്നു. നല്ലൊരു പണ്ഡിതനാണ്. അപ്പോൾ അയാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ പോരുമ്പോൾ ഇതാ എനിക്ക് വേണ്ട പൗഡറും രാവിലെ തോർത്തും മുണ്ടും പേസ്റ്റും ഒക്കെ നിറച്ച് അവൾ വെച്ച് തന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഖുർആൻ ക്ലാസ്സിന് ഇന്നെക്കാളും കൂലി ഓൾക്കേക്കാരോ എന്ന് അതിന്റെ സംശയം എന്നാണ്. അങ്ങനെയാണ് ഒരു ഭർത്താവ് വിചാരിക്കുന്നതെങ്കിൽ ഏത് നന്മക്കുമുള്ള പിന്തുണക്ക് നമുക്ക് നന്മ കിട്ടും. അതിനൊക്കെ എതിരെ പാര പണിയുന്നവരും എതിർ പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നവരും അതിനൊന്നും ഒരു വിഹിതം ഉണ്ടാവില്ല. ദുനിയാവെന്ന് പോണതൊക്കെ പോവുകയും ചെയ്യും. സഹോദരങ്ങളെ ചിന്തിക്കുക. തിരിച്ചും മറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ദീനിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ മഹത്വത്തോടെ പരിഗണിക്കണമെന്നാണ്. ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഓരോ വാക്കുകളിൽ ബാക്കി കാര്യങ്ങളോട് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ കുട്ടികളോടുള്ള പെരുമാറ്റം വളരെ വിശാലമായി പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ നിങ്ങളോട് എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുന്നത് കൊണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായി പറയാൻ ഒരു ക്ലാസ്സും കൂടി ഇവിടെ നടക്കാനുണ്ട്. ഒന്ന്, കുട്ടികളോടുള്ള പെരുമാറ്റം. കുട്ടികളുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താ, പിശുക്കന്മാരുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാത്ത പിശുക്കന്മാർ ധാരാളമായി ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അവരും അപകടകാരികളാണ്. കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ മടിക്കുന്നവരും അപകടകാരികൾ. രണ്ട് കൂട്ടരും അപകടകാരികൾ. കണക്കില്ലാത്ത പണം കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളെ നശിപ്പിക്കുന്ന ആളുകൾ ഏതായിരുന്നാലും അപകടമാണ് ചെയ്യുന്നത്. അതിലുപരി എന്താന്ന് വിചാരിച്ചാൽ പിശുക്കന്മാരായ പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ അത് കാണുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളത് അനുഭവപ്പെടാം. കുട്ടികളെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഒരു വേദന വേണ്ട, ആവശ്യമില്ല സഹോദരൻ, വേദന വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കേട്ടോളൂ, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്. അള്ളാന്റെ ഭാഗത്ത് നീ ഒരു ദീനാർ കൊടുത്തു, ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി വേറൊരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീനിൻ, ഒരു പാവപ്പെട്ടവനൊരു ദീനാർ കൊടുത്തു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒരു ദീനാർ ചെലവഴിച്ചു. എന്നാൽ അതിലേറ്റവും ഉത്തമമായ ദീനാറ് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണ്. എങ്ങനെയുണ്ട്? അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത പൈസനേക്കാളും അതേപോലെ തന്നെ നമ്മൾ അടിമനെ മോചിപ്പിക്കാൻ കൊടുത്ത പണത്തെക്കാളും മിസ്കീന് കൊടുത്ത പണത്തെക്കാളും പഠിച്ചോണത്ത് കൂടിയുള്ള ദീനാരോ നമ്മുടെ മക്കൾക്ക് കൊടുത്താണ്. മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്ന കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. പക്ഷെ ഏറ്റവും പ്രധാനമുള്ളത് നീതി കാണിക്കണം. നിങ്ങൾ ആലോചിക്കുക, നമുക്കൊക്കെ വാപ്പയമ്മ ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ വാപ്പയമ്മയും നമ്മളോട് എപ്പോഴെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് നമ്മളെ കുട്ടിയൊക്കെ തോന്നും. മനസ്സിന്റെ കോണിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുട്ടിയോട് ഒരല്പം സ്നേഹം അധികം തോന്നി എന്ന് വരാം. അത് ചിലപ്പോൾ ഒരു മനസ്സിന്റെ സ്വാഭാവികതയാവാം. കൂടുതൽ പെരുമാറാൻ അവസരം കിട്ടിയ കുട്ടികൾ, കൂടുതൽ അടുത്ത് പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായ കുട്ടികൾ, ചിലപ്പോൾ ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ അതൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അല്പം വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവിടെ പ്രത്യേക സ്നേഹം തോന്നാം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ വിവേചനം ഒരിക്കലും പാടില്ല, ഒരിക്കലും വിവേചനം. ആ വിവേചനത്തിന് നിങ്ങൾ കടുത്ത വില നൽകേണ്ടി വരും. യാവരും ആഹ്റം അനീതി, ഒരു പേന പോലും ഒരു മിഠായി പോലും മറ്റൊരു കുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി നഹൽതു ഇബ്നി ഹാദാ, എന്റെ ഈ കുട്ടിക്ക് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് നബിയെന്നാണ്. കാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അക്കുല്ല ബനി, എല്ലാ കുട്ടികൾക്കും കൊടുത്തോ നീ? കാല, അപ്പൊ എല്ലാന്ന് പറഞ്ഞപ്പോ കാല ദിരൂഫി ഔലാദിക്കും, കുട്ടികളോട് നിങ്ങൾ നീതി കാണിക്കണം. ഒരു സമ്മാനം കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. എന്നിട്ട് പറയുന്നു, എന്താ എല്ലാ കൊടുക്കും, ഫലാ തുഷ്ഹിദൂനി അലാ ജൗരിൻ, ഒരു അക്രമത്തിന് നിങ്ങൾ എന്നെ സാക്ഷിയാക്കരുത്. അപ്പൊ കുട്ടിക്കൊരു സമ്മാനം കൊടുത്തു, എന്നോട് വന്ന് പറയാം ഞാൻ ആന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു എന്നായാലോ, എന്നെ സാക്ഷിയാക്കാൻ എല്ലാവർക്കും കൊടുക്കണം. സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനം. ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താണ്, കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ ഒരു അവഗണന തോന്നിയെന്ന് വരാതിരിക്കാൻ സാധിക്കും. അത് പിന്നെ അവിടെ മനസ്സിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട അവകാശം 2 കൊല്ലം മുതലെടുക്കണം. അത് ഉമ്മാരെ കടമയാണ്. 2 മാസം കഴിയുമ്പോഴേക്ക് തന്നെ കുപ്പി കൈ കൊടുത്തുകൊണ്ട് കുട്ടികളെന്ത് ചെയ്യുക, അതൊക്കെ ആ കുട്ടിൻ്റെ അവകാശം നിഷേധിക്കപ്പെടും. ആ കുട്ടിൻ്റെ ഇഹലോകത്തെയും പരലോകത്തെയും ആവശ്യം ബുദ്ധിമുട്ടോ രോഗങ്ങളുള്ളതല്ലേ നമ്മൾ വെറുതെ ഒരു ഉദാസീനത കൊണ്ട് സൗന്ദര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അതേപോലെ തന്നെ സമയത്തിന്റെ പരിമിതിയൊക്കെ ആലോചിച്ചിട്ടും ജോലി സൗകര്യങ്ങളൊക്കെ ആലോചിച്ചും കണ്ട് കുട്ടിക്ക് മുല കൂടി നിഷേധിക്കാൻ പറ്റും. അത് കൊടുക്കണം. ചെറുപ്പത്തിൽ സ്നേഹത്തിന്റെ ചിറകുകൾ നമ്മൾ താഴ്ത്തി കൊടുത്താലേ വലുപ്പത്തിൽ സ്നേഹം ഉണ്ടാവും. ചില വാപ്പാരന്മാരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ കുട്ടികളും മക്കളൊക്കെ ദൂരം കണ്ട് നിൽക്കും. അത് ചില ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ ഭാര്യമാരുണ്ടാവും, കയ്യുമ്മ തൊടാൻ കഴിയില്ല, ദേഹത്ത് തൊടാൻ പറ്റൂല,
ഒലിച്ചു വരുമ്പോൾ തുറക്കാൻ പറ്റില്ല. എന്താ? ദേഹവുമായ ഒരു അറ്റാച്ച്മെന്റും ഇല്ല, അങ്ങനത്തെ ഒരു ബന്ധം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വാപ്പയും തലോടിയതൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ വാപ്പനിമ്മിനും തലോടാൻ തോന്നുള്ളൂ സഹോദരങ്ങള്. അല്ലെങ്കിലും തലോടണം എന്നാണ്. ഏത് കുട്ടികളെ പ്രവാചകൻ ചുംബിക്കുമ്പോ അയറാബി ചോദിച്ചു എന്താ ഈ കാണുന്നത്? അങ്ങനെ വിചാരിക്കുന്ന ആൾക്ക് കുട്ടികളെ ഉമ്മ വെക്കാത്തവർ, കുട്ടികളെടുത്ത് മടിയിൽ വെക്കാത്തവർ, അതൊക്കെ തന്റെ പ്രതാപത്തിന് മോശം. അവരോടും മക്കളും തിന്നരങ്ങൾ മരിക്കാൻ നേരത്ത് മക്കളും പെൺമക്കളൊക്കെ ദൂരെ നിൽക്കും, വാപ്പാനത്ത് കടക്കാൻ അപ്പോഴും പേടിക്കണം. അങ്ങനെയാണ് ഭർത്താക്കന്മാരും ഭാര്യമാരും അങ്ങനെ ജീവിച്ചാൽ അങ്ങനത്തെ അനുഭവം തന്നെ അവസരം ഉണ്ടാവും. അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കും. ചെറുപ്പത്തിൽ എന്നോട് കാണിച്ച പോലെ വലുപ്പത്തിലും കാണിക്കും. നല്ലോണം സ്നേഹം കൊടുത്തോളൂ. ഏത് നല്ല ന്യായമായ വാത്സല്യം കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ആ കുട്ടികളെ സ്നേഹിച്ചുവെങ്കിൽ വാർദ്ധക്യത്തിൽ നമ്മൾ കുട്ടികളെ പോലെ ആകുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഭാരാവില്ല. ചെറിയൊരു കുട്ടിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? 4 മാസമായ കുട്ടിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. നമ്മൾ കൊണ്ടുനടക്കണത് എന്തിനാ? സ്നേഹം കൊണ്ട്. വയസ്സായി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നൊരു വാപ്പനെ കൊണ്ട് ഉമ്മനെ കൊണ്ട് എന്തോ ഉപകാരം ഇല്ല. പക്ഷെ മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടാവും. എന്റെ വാപ്പ അമ്മ, ആ ഒറ്റ സ്നേഹം മാത്രമേ അന്ന് കൈമുതലുണ്ടാവുള്ളൂ. ആ സ്നേഹത്തിന്റെ പേരിൽ തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്കുള്ള കൊടുക്കുക, അവിടെ കിട്ടും. അതേപോലെ തന്നെ സഹോദരങ്ങളെ ഉപദേശം കൊടുക്കുക. മരിക്കാൻ സമയത്തും യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ച് ചോദിച്ച ചോദ്യമാണ് നമ്മളും ചോദിക്കണം മക്കളോട്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ മരിച്ചാൽ ഞങ്ങൾ ആരെ ആരാധിക്കാൻ? എന്തിനാ ചോദിക്കണേ? നമ്മളൊക്കെ മനസ്സിലെന്തിക്കുന്നത്? ഞാൻ മരിച്ചാൽ ഇവർ ഐക്യത്തോടെ ജീവിക്കണം, സ്നേഹത്തോടെ കഴിയണം. അങ്ങനെയൊക്കെ ഒരു വാപ്പൊക്കെ ആഗ്രഹിക്കുക. ഞാൻ മരിച്ചിപ്പോൾ പോകാണല്ലോ, ഞാൻ പോണോടത്തേക്ക് എന്റെ മക്കളും കുട്ടികളൊക്കെ വരാൻ അവരെന്ത് നന്മ ചെയ്താൽ ശിർക്കുണ്ടോ എത്തൂല. ശിർക്കുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളെപ്പോ എത്തൂല. അവിടെ ശിർക്ക് വരരുത് മക്കളെ എന്നാണ് അവസാനമായി കൊടുത്ത ഉപദേശം. സഹോദരങ്ങളെ, നല്ല ഉപദേശങ്ങൾ കുട്ടികൾ ആ കുട്ടികളെ മനസ്സിൽ എന്നുണ്ടോ? അത് മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. അത് നല്ല ഉപദേശങ്ങൾ ജീവിതത്തിൽ വന്നാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആ ഉപദേശങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശാസിക്കാൻ അറിയാം. ശാസിക്കാറിനാൽ ഇതിന് പ്രശ്നം വരുമ്പോൾ കുട്ടികളെ എന്ത് ചെയ്യുക? ചീത്ത പറയാ, എന്താ അങ്ങനെ നല്ല സമയത്ത് വിളിച്ച് മകനെ മകളെ എന്ന് വിളിച്ച് ഉപദേശങ്ങൾ കൊടുക്കുക. അതേപോലെ സഹോദരങ്ങളെ, മാതാപിതാക്കളുടെ കടമയും ഒരു വാക്ക് നമ്മൾ പറയാം. മാതാപിതാക്കളുടെ കടമ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ മരുന്ന് തലക്കുമാത്ത് കൊണ്ടേച്ചു കൊടുക്കുക, ഭക്ഷണം അവിടെ കൊണ്ടേച്ചു കൊടുക്കുക, ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂണ്ട് പറയാം. അതല്ല സ്നേഹം തന്നെ. സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ പരിഗണന. വയസ്സായ മാതാപിതാക്കളെ എപ്പോഴും കണ്ടും സ്നേഹിച്ചും പരിചരിച്ചും ഗൗനിച്ചും കൊണ്ടു നടക്കാൻ കഴിയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോൾ ഒരു അഅറാബി, ആ അഅറാബിനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒട്ടകപ്പുറത്ത് ഇറങ്ങി, വാഹനപ്പുറത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? തന്റെ തലയിൽ കെട്ട് അയച്ചിട്ട് ആ അഅറാബിക്ക് സമ്മാനമായി കൊടുത്തു. അപ്പൊ ഒപ്പം ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര വില പിടിപ്പുള്ള സാധനമൊക്കെ കൊടുക്കണേ? അയാൾ ഗ്രാമീണനായ ഒരു അറബിയല്ലേ, എന്തെങ്കിലും ഷെയ്ഖൻ യസീർ ഒരു തുച്ഛമായ കാര്യം കൊടുത്താൽ അയാൾക്ക് സന്തോഷവും. അയാളെ സന്തോഷിപ്പിക്കാൻ തലയെക്കെട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഇന്ന അബറൽ ബിർരി സിലത്തുർ റജുലി അഖില ഉദ്ദി അബീഹിദ. തന്റെ വാപ്പന്റെ കൂട്ടുകാരോട് കാണിക്കുന്ന സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പുണ്യകരമായ കാര്യം. മരിച്ചുപോയ വാപ്പന്റെ സുഹൃത്തുക്കളോട് കാണിക്കുന്ന ആദരവ് പോലും എന്താണ് എന്ന് പറഞ്ഞു. ഈ അഅറാബിന്റെ വാപ്പനക്ക് പരിചയമുള്ള എന്റെ വാപ്പന്റെ കൂട്ടുകാരൻ ഉമർ ഖത്താബിന്റെ കൂട്ടുകാരനാണ്. അവിടെ എന്റെ വാപ്പന്റെ കൂട്ടുകാരനായ അഅറാബി എന്നുള്ള നിലക്കാണ് ഞാൻ ബഹുമാനിച്ചത്, തലയിൽ കെട്ടി കൊടുത്തത്. അത് ഏറ്റവും വലിയ പുണ്യമായി. വാപ്പനെയും ഉമ്മനെയും ആദരിക്കുന്ന അപ്പൊ എത്ര വലുതായിരിക്കും? വാപ്പിയമ്മി മരിച്ചു പോയാൽ അവരെ സുഹൃത്തുക്കളെ പോലും ആദരിക്കണം, അവരെ കാണാനും അവരെ ബന്ധപ്പെടാനൊക്കെ പോകണമെന്നാണ്. സഹോദരങ്ങളെ, ആ സ്നേഹവും പരിഗണനയും നമ്മൾ അവർക്ക് നൽകുക. ഒരിക്കലും ഞാൻ വയസ്സായി ഇവരടുക്കൽ താമസിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് വിചാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. വാപ്പനെ എമ്മനെയോ വാർദ്ധക്യത്തോടു കൂടെ കിട്ടിയിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റാത്തവന് പിന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്നാണ്. സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യം ആർക്കാണ്? വയസ്സായ വാപ്പനെ ഇമ്മനെ അടുത്ത് കിട്ടിയവനാണ് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചവൻ. അത് നോക്കാൻ ഭാഗ്യം കിട്ടിയോ സ്വർഗത്തിൽ പോകാനാണ്. അത്രയും ശ്രേഷ്ഠമാണ് സഹോദരങ്ങൾ. അതേപോലെ ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ അവസാനമായി എനിക്ക് പറയാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. എല്ലാവർക്കും നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. ഉപദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം സഹോദരങ്ങൾ, എല്ലാ നാളിലും വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക്, അതേപോലെ തന്നെ വിവാഹിതനാകുന്ന ചെറുപ്പക്കാരന്, വാപ്പക്ക്, ഉമ്മക്ക്, എല്ലാ ആളുകൾക്കും അന്യോന്യം ഉപദേശങ്ങൾ പരസ്പരം വതവാസൗ ബിൽ ഹഖ് നമ്മൾ
അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ തിരിച്ചു വന്നാൽ നമ്മളൊക്കെ നന്നാവും. നമ്മളെ കുട്ടികളെ വിളിച്ച് മടിയിരുത്തി തലയിൽ കൈവച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. നിസ്കരിക്കാൻ പറയാ, മുമ്പൊടുക്കാൻ പറയാ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ പറയാം, വാപ്പക്ക് ഉപദേശം കൊടുക്കുക, ഉമ്മക്ക് ഉപദേശം കൊടുക്കുക. സഹോദര ഉപദേശങ്ങൾക്ക് വലിയ 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 സ്വാധീനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകാൻ പറ്റും. ആ ഉപദേശങ്ങൾ നമ്മൾ വിസ്മരിക്കാതിരിക്കും. ചോദിക്കുക, നമ്മളെ പെൺകുട്ടികൾ ശരിയല്ലാത്ത രൂപത്തിൽ ഡ്രസ്സ് കണ്ടാൽ ഡ്രസ്സ് വേണ്ട എന്ന് പറഞ്ഞ് നല്ലലക്ക് വിളിച്ച് ഒഴിവാക്കാൻ പറ്റും. മോനെ എടുത്ത് ഒഴിവാക്കുന്നതല്ലേ ഹസനോട് ഹുസൈനോട് പേരക്കുട്ടികളോട് റസൂലുള്ള. അതേപോലെ ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കണം സഹോദരൻ. നല്ല ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യമായി വിവാഹത്തിന്റെ നാളുകളിൽ ആദ്യ ദിവസം ഭർത്താവ് നൽകുന്ന ഉപദേശം ഭാര്യ ശ്രദ്ധിച്ച് കേൾക്കും. അല്ലെ, വിവാഹത്തിന് തലേന്നാൾ വാപ്പ കൊടുക്കുന്ന ഉപദേശം, ഉമ്മ കൊടുക്കുന്ന ഉപദേശം, ഉമ്മ നല്ല ഉപദേശം കൊടുക്കും. നമ്മളെ മകളെ കെട്ടിക്കുമ്പോൾ തലേന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യാറെങ്കിൽ, കല്യാണമാണ്, നാളെ നീ വേറെ വീട്ടിൽ പോവുകയാണ്, അവിടെ ചെന്നാൽ എന്ത് ചെയ്യണം, അവിടുത്തെ അമ്മാനോട് എങ്ങനെ പെരുമാറണം, അതൊക്കെ അതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവില്ല. അതൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ കുടുംബാന്തരീക്ഷം നന്നായി പോണെങ്കിൽ പരസ്പരമുള്ള ഉപദേശങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനത്തെ ഉപദേശങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഉപദേശം കൂടുതൽ ഫലപ്രദമാകും, ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായ അവസ്ഥയിലേക്ക് നയിക്കാൻ പറ്റുമെന്നാണ്. സഹോദരങ്ങളെ, സ്വർഗവും നരകവും അള്ളാഹു സംവിധാനിച്ച രണ്ട് സംവിധാനങ്ങളാണ്. ഗർഭപാത്രത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചു, ഇവിടെ നമ്മൾ ബന്ധുക്കളും കുടുംബങ്ങളായി ജീവിക്കും. ഇനി പരലോകത്തും ഒന്നിച്ചതിൽ ജീവിക്കും. ഉമ്മന്റെ ഗർഭപാത്രത്തിൽ ഇണയും തുണയുമില്ലാതല്ലേ കിടന്ന് നമ്മൾ കിടന്നു. ദുനിയാവിൽ വന്നു. ആരായിരിക്കും നമ്മുടെ ഉമ്മ, ആരായിരിക്കും നമ്മുടെ വാപ്പ നമുക്കറിയില്ല. എവിടെ വീട്, ഇവിടെ എല്ലാ ബന്ധുക്കളും കുടുംബങ്ങളും സഹകരിച്ചും സ്നേഹിച്ചും നമ്മൾ ഒന്നിച്ച് ജീവിച്ചു. നാട് വിട്ടു പോകാൻ നമുക്ക് തോന്നുന്നില്ല, പാപ്പനും ഇമ്മനെയും കൂട്ടുകുടുംബം വിട്ടു പോകാൻ തോന്നുന്നില്ല. എന്നാൽ നാളെ പരലോകത്തും ഒന്നിച്ച് കഴിയുമത്രേ. ആ ഒന്നിച്ച് കഴിയാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഇവിടെ ദിവസം ജീവിക്കണം. അല്ലെങ്കിൽ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ നമ്മളെല്ലാവരും ചിതറിക്കിടക്കും. പാപ്പ സ്വർഗത്തിൽ, മകൻ നരകത്തിൽ, മകൾ നരകത്തിൽ. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥ എന്തുമാത്രം ഭയാനകമായിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കാം. ആ വലിയ 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 വെള്ളപ്പൊക്കത്തിൽ മകനെ കപ്പലിൽ കയറ്റാൻ കഴിയാതെ മകൻ മുങ്ങിച്ചാകുന്നത് കപ്പലിരുന്ന് കണ്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വേദന സ്വർഗത്തിലിരുന്ന് പരലോകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ വരാതിരിക്കാൻ അൽഹഖനാ ബിഹിം ദുർരിയത്തുഹും, മക്കളെ നമ്മളോടൊപ്പം ചേർത്ത് തരാൻ സഹോദരങ്ങളെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കൺകുളിർമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.